Students, നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് കെമിക്കൽ കൈനറ്റിക്സിലെ ഒരു സിമ്പിൾ ടോപ്പിക്കാണ്. കുറച്ച് തിയറി ഭാഗമാണ്, പ്രോബ്ലം ഇല്ലാത്ത ഒരു ഏരിയയാണ്. ദാറ്റ് ഈസ് എലിമെന്ററി ആൻഡ് കോംപ്ലക്സ് റിയാക്ഷൻസ്. സി, എലിമെന്ററി ആൻഡ് കോംപ്ലക്സ് റിയാക്ഷൻസ്. നമ്മൾ ഇതിൽ പറയാൻ പോകുന്നത് കെമിക്കൽ റിയാക്ഷൻസിനെ നമുക്ക് വേണമെങ്കിൽ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഹോൾ റിയാക്ഷൻസിനെ കൈനറ്റിക്സിന്റെ ഒരു സ്റ്റൈലാണ്. വൺ ഈസ് കോൾഡ് എലിമെന്ററി റിയാക്ഷൻ, അനദർ വൺ കോംപ്ലക്സ് റിയാക്ഷൻ. വെരി സിമ്പിൾ. എലിമെന്ററി റിയാക്ഷൻ മീൻസ് എ റിയാക്ഷൻ ദാറ്റ് ടേക്സ് പ്ലേസ് ഇൻ വൺ സ്റ്റെപ്പ്. ദാറ്റ്സ് കോൾഡ് എലിമെന്ററി റിയാക്ഷൻ. അത്രയേ ഉള്ളൂ. എലിമെന്ററി റിയാക്ഷൻ മീൻസ് സിംഗിൾ സ്റ്റെപ്പ് റിയാക്ഷൻ. നമുക്ക് ഒറ്റ വീട്ടിൽ അങ്ങനെ ഒതുക്കാം. സിംഗിൾ സ്റ്റെപ്പ് റിയാക്ഷൻസ്. ഓക്കെ, നിങ്ങൾ എഴുതുമ്പോൾ ഫുൾ ആയിട്ട് ഡെഫിനിഷൻ എഴുതാം. റിയാക്ഷൻസ് ദാറ്റ് ആർ ടേക്കിംഗ് പ്ലേസ് ഇൻ സിംഗിൾ സ്റ്റെപ്പ് ഓർ വൺ സ്റ്റെപ്പ്. വൺ സ്റ്റെപ്പ് റിയാക്ഷൻസ് ഉണ്ട്. അങ്ങനെയുള്ള റിയാക്ഷൻസ് നമ്മൾ വിളിക്കുന്ന പേരാകുന്നത് എന്ത്? എലിമെന്ററി റിയാക്ഷൻസ്. അപ്പൊ പിന്നെ എന്തായാലും കോംപ്ലക്സ് റിയാക്ഷൻസ് നിങ്ങൾക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. വാട്ട് ക്യാൻ ബി എ കോംപ്ലക്സ് റിയാക്ഷൻ? റിയാക്ഷൻസ് ദാറ്റ് ആർ ടേക്കിംഗ് പ്ലേസ് ഇൻ മോർ ദാൻ വൺ സ്റ്റെപ്പ്. ഒന്നിൽ കൂടുതൽ സ്റ്റെപ്പിൽ നടക്കുന്ന റിയാക്ഷൻസിനൊക്കെ നമുക്ക് എന്ത് വിളിക്കാം? കോംപ്ലക്സ് റിയാക്ഷൻസ്. ഓക്കെ, സോ കോംപ്ലക്സ് റിയാക്ഷൻസ് മീൻസ് റിയാക്ഷൻസ് that are taking place in more than one step. ഒന്നിൽ കൂടുതൽ എത്ര സ്റ്റെപ്പ് ആവട്ടോ? മോർ ദാൻ വൺ സ്റ്റെപ്പ്. വൺ സ്റ്റെപ്പ് റിയാക്ഷൻസ് അവർ വിളിക്കുന്ന പേര് എലിമെന്ററി റിയാക്ഷൻസ്. കോംപ്ലക്സ് റിയാക്ഷൻസ് മീൻസ് റിയാക്ഷൻസ് ദാറ്റ് ആർ ടേക്കിംഗ് പ്ലേസ് ഇൻ മോർ ദാൻ വൺ സ്റ്റെപ്പ്. ഞാൻ ആദ്യം ഇവിടെ നിങ്ങൾ പഠിപ്പിക്കാൻ പോകുന്ന കോംപ്ലക്സ് റിയാക്ഷനെ കുറിച്ചാണ്. എലിമെന്ററി റിയാക്ഷൻസിന് എക്സാംസ് ചെയ്യാൻ വരാം. അതിന് മുമ്പ് ഞാൻ ആദ്യം കോംപ്ലക്സ് റിയാക്ഷൻസിനെ കുറിച്ച് ആദ്യം ജസ്റ്റ് ചില കാര്യങ്ങൾ പറയട്ടെ. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, ഒരു കോംപ്ലക്സ് റിയാക്ഷനിൽ ഒന്നിൽ കൂടുതൽ സ്റ്റെപ്പുകൾ ഉണ്ടല്ലോ. ആ ഓരോ സ്റ്റെപ്പുകളെ നമുക്ക് വേണമെങ്കിൽ എലിമെന്ററി സ്റ്റെപ്സ് എന്ന് വേണമെങ്കിൽ വിളിക്കാം. ഞാൻ അത് ജസ്റ്റ് പോയിന്റ് മാർക്ക് എഴുതുന്നു നോക്കണം. എ കോംപ്ലക്സ് റിയാക്ഷൻ may take place in more than one elementary steps എന്നാണ് പറയാം. ഓക്കെ, in more than one elementary steps. ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഒരു കോംപ്ലക്സ് റിയാക്ഷൻ ഒന്നിൽ കൂടുതൽ സ്റ്റെപ്പുകളിലാണ് നടക്കുന്നതെങ്കിൽ ആ ഓരോ സ്റ്റെപ്പുകളെ എലിമെന്ററി സ്റ്റെപ്സ് എന്നൊരു ടേം ആണെങ്കിൽ ഉപയോഗിക്കാം. എലിമെന്ററി റിയാക്ഷൻ അല്ല, എലിമെന്ററി സ്റ്റെപ്സ്. ഓക്കെ, അപ്പൊ അത്രയേ ഉള്ളൂ കോംപ്ലക്സ് റിയാക്ഷൻ. നമുക്ക് ഈ കോംപ്ലക്സ് റിയാക്ഷൻ അഗെയിൻ ഓഫ് ഡിഫറെന്റ് ടൈപ്സ്. Different types of complex reactions are there. Complex reactions can be of again different types. ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നു. ലിസൺ മീ. അതിലെ ഫസ്റ്റ് ടൈപ്പ് ഇറ്റ് ഈസ് കോൾഡ് കോൺസിക്യൂട്ടീവ് റിയാക്ഷൻസ്. കോൺസിക്യൂട്ടീവ് റിയാക്ഷൻസ്. ഓക്കെ, നമുക്ക് മെയിൻലി മൂന്ന് ടൈപ്പോടെ ഡിസ്കസ് ചെയ്യാനുണ്ട്. ടെക്സ്റ്റിൽ പറയുന്ന NCERT പറയുന്ന മൂന്ന് ടൈപ്പ് കോംപ്ലക്സ് റിയാക്ഷൻസിനെ കുറിച്ചാണ്. കോൺസിക്യൂട്ടീവ് ടൈപ്പ് കോംപ്ലക്സ് റിയാക്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ പാരലൽ റിയാക്ഷൻസ് ഉണ്ട്. കോംപ്ലക്സിൽ മറ്റൊരു ടൈപ്പാണ് പാരലൽ റിയാക്ഷൻസ് ഉണ്ട്, റിവേഴ്സ് റിയാക്ഷൻസ്. ഇങ്ങനെ മൂന്ന് ടൈപ്പ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതിന്റെ മെക്കാനിസങ്ങളും അതിന്റെ റേറ്റിൽ എന്ന രീതിക്ക് നമുക്ക് പഠിക്കാൻ കുറച്ച് മുമ്പോട്ട് പോയിട്ട് ആദ്യം നമ്മൾ ജസ്റ്റ് ഞാൻ ആ റിയാക്ഷന്റെ ഓരോ ടൈപ്പ് കോംപ്ലക്സ് റിയാക്ഷനും അതിന്റെ എക്സാമ്പിൾ മാത്രമേ ഇപ്പൊ ഇൻട്രൊഡ്യൂസ് ചെയ്യുള്ളൂ. പിന്നീട് അതിന്റെ റേറ്റിൽ എഴുതുന്ന മെത്തേഡ് ഞാൻ പഠിപ്പിക്കും. ഓക്കെ, ആദ്യം എക്സാമ്പിൾ പറയാൻ പോവാണ്. കോൺസിക്യൂട്ടീവ് റിയാക്ഷൻസ്, പാരലൽ റിയാക്ഷൻസ്, റിവേഴ്സ് റിയാക്ഷൻസ്. മൂന്ന് ടൈപ്പ് നമുക്ക് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിൽ കോൺസിക്യൂട്ടീവ് റിയാക്ഷൻ നോക്കാം. എന്തൊരു കോൺസിക്യൂട്ടീവ് റിയാക്ഷൻ? ഞാനൊരു എക്സാമ്പിൾ എഴുതാം, എന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ബെസ്റ്റ് എക്സാമ്പിൾ CH3. Who is that? ഈഥെയ്ൻ. ഈഥെയ്നെ ഓക്സിജനേഷൻ നടത്തുക, ഓക്സിജനുമായി റിയാക്ട് ചെയ്യാം, കമ്പസ് ചെയ്യാം. ഈഥെയ്നെ ഓക്സിഡേഷൻ നടത്തുക.
What is the final product? Final product is carbon dioxide and water. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഏതൊരു ഹൈഡ്രോ കാർബണേയും അതല്ലെങ്കിൽ ഓർഗാനിക് കോമ്പൗണ്ടിനെയും ഓക്സിഡേഷൻ നടത്തിയ ഫൈനൽ പ്രൊഡക്റ്റ് കാർബൺ ഡൈ ഓക്സൈഡ് വാട്ടറാണ്. ആക്ച്വലി ഞാൻ ബാലൻസ് ചെയ്തിട്ടില്ല. ആക്ച്വലി ദിസ് ഇസ് എ കോംപ്ലക്സ് റിയാക്ഷൻ. This is a complex reaction and it takes place in 4 consecutive steps. 4 consecutive step റിയാക്ഷൻ ആണ്. കോൺസിക്യൂട്ടീവ് മീൻസ് ഒന്നിൽ നിന്ന് അടുത്ത പ്രൊഡക്റ്റ്, അതിൽ നിന്ന് അടുത്ത പ്രൊഡക്റ്റ്, അതിൽ നിന്ന് അടുത്ത പ്രൊഡക്റ്റ്, അങ്ങനെ കോൺസിക്യൂട്ടീവ് സ്റ്റെപ്സിലാണ് ഈ റിയാക്ഷൻ നടക്കുന്നത്. നമ്മൾ ഒറ്റ സ്റ്റെപ്പിലും കോംപ്ലക്സ് റിയാക്ഷൻ എഴുതാറുണ്ട്, പക്ഷെ യഥാർത്ഥത്തിൽ നടക്കുന്നത് മോർ ദാൻ 1 സ്റ്റെപ്പാണ്. ഇത് 4 സ്റ്റെപ്പിലാണ് നടക്കുന്നത്. ഞാൻ ഓരോ സ്റ്റെപ്പുകൾ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. പഠിപ്പിക്കുന്നത് കോംപ്ലക്സ് റിയാക്ഷൻസിനെ കുറിച്ചാണ്. കോംപ്ലക്സ് റിയാക്ഷൻ ഒരു എക്സാമ്പിൾ ആണ് കോൺസിക്യൂട്ടീവ്. അതിലൊരു എക്സാമ്പിൾ ആണ് CH3CH3. ദിസ് ഇസ് ഈഥെയ്ൻ. ഈഥെയ്ന് ആദ്യം ഓക്സിഡേഷൻ നടത്തുക. ഓക്സിഡേഷൻ നടത്തിയാൽ അവിടുത്തെ പ്രൊഡക്റ്റ് ഏതെന്ന് നോക്കിക്കോ. CH3CH2OH. Who is that? Ethanol. Okay, this is ethanol. So ഈഥെയ്ൻ ആദ്യം തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് അല്ല തരുന്നത്. First we may get ethanol. Oxidation means addition of oxygen എന്ന കൺസെപ്റ്റ് എടുക്കാലോ. റിമൂവൽ ഓഫ് ഹൈഡ്രജൻ ഉണ്ട്. അപ്പൊ CH3 ഇതാണ് ഈഥെയ്ൻ. ഇതിൽ ഓക്സിജൻ ആഡ് ചെയ്യുമ്പോൾ ഒരു ഓക്സിജൻ ഈ കാർബണും ഹൈഡ്രജനിടെ ഇൻസേർട്ട് ചെയ്യുന്നു വിചാരിച്ചോ, COH എന്നായി. അതാണ് CH3CH2OH, എത്തനോൾ. ഈ എത്തനോളിന് വീണ്ടും ഓക്സിഡേഷൻ നടത്തുക, ഫർദർ ഓക്സിഡേഷൻ. റിമൂവൽ ഓഫ് ഹൈഡ്രജൻ ഓക്സിഡേഷൻ എന്ന കൺസെപ്റ്റ് ഉണ്ടല്ലോ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കാം. ഒരു ആൽക്കഹോളിനെ ഓക്സിഡൈസ് ചെയ്ത ഫസ്റ്റ് പ്രൊഡക്റ്റ് എന്താ? ആൽഡിഹൈഡ്. സോ വി മേ ഗെറ്റ് CH3CHO. Who is that? എത്തനോൾ. എത്തനോളിനെ ഓക്സിഡൈസ് ചെയ്തപ്പോ നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്ത് കിട്ടി? എത്തനോൾ, അസറ്റാൽഡിഹൈഡ് അല്ലെ. ഈ എത്തനോളിനെ വീണ്ടും ഓക്സിഡേഷൻ നടത്തുക, ഫർദർ ഓക്സിഡേഷൻ. വി മേ ഗെറ്റ് എത്തനോയിക് ആസിഡ് CH3COH. ആൽഡിഹൈഡ് വീണ്ടും എന്ത് തരാം? ആസിഡ് തരാം. ഈ ആസിഡിനെ ഞാൻ ഇങ്ങോട്ട് എഴുതാണ്. ഫർദർ ഓക്സിഡേഷൻ നടത്തുമ്പോഴാണ് ആക്ച്വലി ഫൈനൽ പ്രൊഡക്റ്റ് കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് വാട്ടർ എന്നുള്ള ഫൈനൽ പ്രൊഡക്റ്റ് കിട്ടുന്നത്. നമ്മൾ ഫൈനൽ പ്രൊഡക്റ്റ് എത്തി കാർബൺ ഡൈ ഓക്സൈഡ് വാട്ടർ. അപ്പൊ ആക്ച്വലി ദിസ് റിയാക്ഷൻ നമ്മൾ ഒറ്റ സ്റ്റെപ്പിൽ എഴുതിയെങ്കിലും യഥാർത്ഥത്തിൽ അത് നടക്കുന്ന 4 സ്റ്റെപ്പിലാണ്. 4 കോൺസിക്യൂട്ടീവ് സ്റ്റെപ്പ് എന്ന് പറയേണ്ടത്. എന്ന് പറഞ്ഞാൽ ആദ്യം ഒന്നിൽ നിന്ന് അടുത്ത പ്രൊഡക്റ്റ്, അതിൽ നിന്ന് അടുത്ത പ്രൊഡക്റ്റ് എത്തനോൾ, അതിന് എത്തനോയിക് ആസിഡ് അടുത്ത പ്രൊഡക്റ്റ്, അതിന് കാർബൺ ഡൈ ഓക്സൈഡ് വാട്ടർ. ഇങ്ങനെ 4 കോൺസിക്യൂട്ടീവ് സ്റ്റെപ്സിലാണ് ഈ റിയാക്ഷൻ നടക്കുന്നത്. ഓക്കെ ആണല്ലോ. സോ ദിസ് ഇസ് എ കോംപ്ലക്സ് റിയാക്ഷൻ. സോ ഇറ്റ് ഇസ് എ ടൈപ്പ് ഓഫ് കോംപ്ലക്സ് റിയാക്ഷൻ which is called consecutive reaction. Now another example, another type complex reactions, again different types. ഒരു type ആണ് consecutive reaction. Another type, parallel reaction. Parallel reactions. This is another example for complex reaction. Parallel reaction means simultaneously 2 product parallel ആയിട്ട് കിട്ടും. അതാണ് parallel reaction പ്രത്യേകത. അത് ഞാനൊരു എക്സാമ്പിൾ എഴുതുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഐഡിയ കിട്ടും. ഇപ്പൊ ഫിനോൾ എല്ലാവർക്കും അറിയുന്നതാണ്. ഫിനോളിന്റെ ഫോർമുല ബെൻസീൻ റിംഗിൽ ഒരു OH എഴുതിയാൽ മതി അല്ലെ. ദിസ് ഇസ് ഫിനോൾ. ഫിനോളിനെ നിങ്ങൾ ഡൈല്യൂട്ട് HNO3 വെച്ച് നൈട്രേഷൻ നടത്തണം. ഫിനോളിനെ ഡൈല്യൂട്ട് HNO3 മതി ഫിനോളിനെ നൈട്രേഷൻ നടത്താണ്. ഡൈല്യൂട്ട് HNO3. ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. വാട്ട് ഇസ് ദ പ്രൊഡക്റ്റ്? നൈട്രോഫിനോൾ. എങ്കിൽ നൈട്രോഫിനോൾ തന്നെ നമുക്ക് പാരലൽ ആയിട്ട് 2 പ്രൊഡക്റ്റ് കിട്ടും. എന്തൊക്കെ കിട്ടുന്നറിയോ? ഓർത്തോ നൈട്രോഫിനോളും കിട്ടും, പാരാനൈട്രോഫിനോളും കിട്ടും. നോക്കണം, ഫിനോളിനെ നിങ്ങൾ നൈട്രേഷൻ നടത്തുമ്പോൾ ഓർത്തോ പൊസിഷനിൽ NO2 ഉള്ള നൈട്രേഷന്റെ റീജിയൻ HNO3, NO2 ഓർത്തോയിൽ ആഡ് ചെയ്യാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ഓർത്തോ നൈട്രോഫിനോൾ. സൈമൾട്ടേനിയസ്ലി നമുക്ക് അതേ സമയം തന്നെ എന്തുകൂടെ കിട്ടും നോക്ക്? പാരാനൈട്രോഫിനോളും കിട്ടും.
പാരാനൈട്രോഫിനോൾ. രണ്ടും ഒരേ സമയം കിട്ടും. ഓർത്തോ നൈട്രോഫിനോളും കിട്ടും, പാരാനൈട്രോഫിനോളും കിട്ടും. രണ്ടും ഒരേ സമയം. അതിന്റെ പെർസെന്റേജ് മാറ്റം നമ്മൾ പിന്നീട് പഠിക്കും. പെർസെന്റേജ് ഈൽഡ് കാണുന്ന ഇക്വേഷൻസ് ഒക്കെ കൈനറ്റിക്സിൽ വരുന്നുണ്ട്. മേജർ പ്രൊഡക്റ്റും മൈനർ പ്രൊഡക്റ്റ് നിങ്ങൾ പറയാറുണ്ടല്ലോ ഓർഗാനിക്കില്. അതും കൈനറ്റിക്സ് മനസ്സിലാക്കാൻ പിന്നീട് പറഞ്ഞുതരാം. എങ്കിൽ ഇവിടെ രണ്ടും പാരലൽ ആയിട്ടുണ്ട്. അതിന്റെ എമൗണ്ട് വ്യത്യാസം ഉണ്ട്. ചിലപ്പോൾ ഒന്ന് 80%, മറ്റേ 20%, അങ്ങനെ വ്യത്യാസമൊക്കെ ഉണ്ടാവും. പക്ഷെ രണ്ടും പാരലൽ ആയിട്ടുണ്ടാവുന്നത്. ഒരിക്കലും ഓർത്തോയിൽ നിന്നല്ല പാര വരുന്നത്, പാരയിൽ നിന്നല്ല ഓർത്തോ വരുന്നത്. രണ്ടും പാരലൽ ആയിട്ടുണ്ടാവാം. ഈ ടൈപ്പ് അല്ല ഇത്. ദിസ് ഇസ് കോൾഡ് പാരലൽ റിയാക്ഷൻ. ഇറ്റ്സ് എ കോംപ്ലക്സ് റിയാക്ഷൻ. രണ്ട് സ്റ്റെപ്പ് ഉണ്ട്. ഓർത്തോ ഉണ്ടാവുന്ന സ്റ്റെപ്പും പാര ഉണ്ടാവുന്ന സ്റ്റെപ്പും, രണ്ട് എലിമെന്ററി സ്റ്റെപ്പ് കൂടി അതാണ് പാരലൽ റിയാക്ഷൻ. ഓക്കെ, ഇനി മൂന്നാമത്തെ ടൈപ്പ് കോംപ്ലക്സ് റിയാക്ഷൻ ആണ്. നമ്മൾ പഠിക്കാൻ പോകുന്നത് കോംപ്ലക്സ് റിയാക്ഷൻസിനെ കുറിച്ചാണ്. കോംപ്ലക്സ് റിയാക്ഷൻസ് അഗെയിൻ ഡിഫറെന്റ് ടൈപ്സ്. ഒരു ടൈപ്പ് കോൺസിക്യൂട്ടീവ് റിയാക്ഷൻ, അനദർ ടൈപ്പ് പാരലൽ റിയാക്ഷൻ, അനദർ ടൈപ്പ് റിവേഴ്സ് റിയാക്ഷൻ. റിവേഴ്സ് റിയാക്ഷൻസ് കോംപ്ലക്സിലെ എലമെന്ററിയിലും റിവേഴ്സ് ഉണ്ട്. അതായത് പിന്നെ പഠിപ്പിച്ചു തരാം. ഞാനിപ്പോ പഠിപ്പിക്കുന്നത് കോംപ്ലക്സ് റിവേഴ്സ് റിയാക്ഷൻ. ഞാൻ അതിന്റെ ഒരു എക്സാമ്പിൾ മാത്രമേ ഇപ്പൊ എഴുതൂ. അതിന്റെ മെക്കാനിസം, അതിന്റെ സ്റ്റെപ്പുകൾ ഞാൻ പിന്നീട് ഒരിക്കൽ പറയാം. റിവേഴ്സ് റിയാക്ഷന്റെ മെക്കാനിസം പിന്നീട് പറയാം. ഞാൻ അതിൽ ഒറ്റ സ്റ്റെപ്പിൽ മാത്രം എഴുതുകയാണ്. ബെസ്റ്റ് എക്സാമ്പിൾ, ഓസോൺ എന്നുള്ള മോളിക്യൂൾ O3 ലൈറ്റിന്റെ പ്രസൻസിൽ O2 ആയിട്ട് മാറാറുണ്ട്. ഫോട്ടോകെമിക്കൽ റിയാക്ഷൻ ആണ്. ലൈറ്റിന്റെ പ്രസൻസിൽ ഓസോൺ O2 ആയിട്ട് മാറാറുണ്ട്. ഞാൻ ബാലൻസ് ചെയ്യാം. ഇവിടെ 3, ഇവിടെ 2, 2, 3 ബാലൻസ് ചെയ്യാൻ 2നെ 3 കൊണ്ടും 3നെ 2 കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്തു. So this is a reverse reaction and rather than it is a complex reaction. ഞാൻ ഇപ്പൊ ഇവിടെ ഒരു സ്റ്റെപ്പിലാണ് എഴുതിയത്. ഞാൻ ഇത് ശരിക്കും 2 സ്റ്റെപ്പിലാണ് നടക്കുന്നത്. ഇതൊരു കോംപ്ലക്സ് റിയാക്ഷൻ 2 സ്റ്റെപ്പിലാണ് നടക്കുന്നത്. ആ സ്റ്റെപ്പുകൾ ഞാൻ പിന്നീട് ഒരിക്കൽ പഠിപ്പിക്കും. ഓക്കെ, എനിവേ കോംപ്ലക്സ് റിയാക്ഷൻസ് മീൻസ് മോർ ദാൻ 1 സ്റ്റെപ്പിൽ നടക്കുന്ന റിയാക്ഷൻസിനെ വിളിക്കുന്ന പേരാണ് കോംപ്ലക്സ് റിയാക്ഷൻസ്. ഒരു കോംപ്ലക്സ് റിയാക്ഷനിൽ തന്നെ ഒന്നിൽ കൂടുതൽ എലമെന്ററി സ്റ്റെപ്പുകൾ ഉണ്ടെന്ന് പറയാം. അതിൽ തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. കോൺസിക്യൂട്ടീവ് റിയാക്ഷൻസ് ഉണ്ട്, പാരലൽ റിയാക്ഷൻസ് ഉണ്ട്, റിവേഴ്സ് റിയാക്ഷൻസ് ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്ന ചെറിയൊരു ടോപ്പിക്, ദാറ്റ്സ് മോളിക്കുലാരിറ്റി ഓഫ് എ റിയാക്ഷൻ. നോക്കാം എന്താണ് മോളിക്കുലാരിറ്റി. മോളിക്കുലാരിറ്റി ആക്ച്വലി ഇറ്റ് ഈസ് എ തിയറിറ്റിക്കൽ കൺസെപ്റ്റ് നോർമലി അപ്ലിക്കബിൾ ഇൻ എലമെന്ററി റിയാക്ഷൻ. എലമെന്ററി റിയാക്ഷൻസിലാണ് മോളിക്കുലാരിറ്റി അപ്ലൈ ചെയ്യുക. മോളിക്കുലർ ഡെഫിനിഷൻ ഇത്രയുള്ളൂ. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ഒരു ബാലൻസ്ഡ് കെമിക്കൽ റിയാക്ഷനിൽ എത്ര റിയാക്ടന്റ് മോളിക്യൂളുകൾ ഉണ്ട്? നമ്മൾ നേരത്തെ ഓർഡർ പഠിപ്പിച്ച് പറഞ്ഞത് ബാലൻസ്ഡ് ഇക്വേഷനിൽ സ്റ്റോയിച്ചിയോമെട്രിക് കോഎഫിഷ്യന്റുമായിട്ട് ഓർഡറിന് ബന്ധമില്ല. അത് പ്രാക്ടിക്കലി കണ്ടെത്തുന്നതാണ് അല്ലെ. ബട്ട് ദിസ് ഇസ് തിയററ്റിക്കൽ. മോളിക്കുലാരിറ്റി മീൻസ് പ്യൂർലി തിയററ്റിക്കൽ. ഒരു ബാലൻസ്ഡ് കെമിക്കൽ റിയാക്ഷൻ എത്ര റിയാക്ടന്റ് മോളിക്യൂളുകൾ ഉണ്ട്? പക്ഷേ ആ മോളിക്കുലാരിറ്റി എലമെന്ററിയിലേ ഉപയോഗിക്കാൻ പാടുള്ളൂ. എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് എൻ എലമെന്ററി റിയാക്ഷൻ? സിംഗിൾ സ്റ്റെപ്പ് റിയാക്ഷൻ. അപ്പൊ സിംഗിൾ സ്റ്റെപ്പ് റിയാക്ഷനിൽ മാത്രമേ മോളിക്കുലാരിറ്റി അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ പ്രശ്നമുണ്ട്. അല്ലെങ്കിൽ കോംപ്ലക്സ് റിയാക്ഷനിൽ വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. ആ ഓരോരോ സ്റ്റെപ്പുകൾക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. കോംപ്ലക്സ് റിയാക്ഷനിൽ ഒന്നിൽ കൂടുതൽ എലമെന്ററി സ്റ്റെപ്പുകൾ ഉണ്ട് നമ്മൾ പറഞ്ഞല്ലോ. ആ ഓരോ സ്റ്റെപ്പുകൾക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. അതല്ല ഹോൾ കോംപ്ലക്സ് റിയാക്ഷൻ ഒന്നിച്ച് മോളിക്കുലാരിറ്റി അപ്ലൈ ചെയ്യാൻ പാടില്ല. ഓക്കെ ആണല്ലോ. ആ മോളിക്കുലാർ ഡെഫിനിഷൻ ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതാൻ നിങ്ങൾ നോട്ട് ചെയ്യണ പോയിന്റ്. മോളിക്കുലാരിറ്റി മീൻസ് it is the number of reactant species. It is the number of reactants. എന്നാ പറയാം, reactant species. ശരിക്കും ഡെഫിനിഷൻ പറയുമ്പോൾ ഇങ്ങനെ പറയാറുണ്ട്, reactants that are undergoing, number of reactants that are undergoing simultaneous collisions, that are undergoing simultaneous collisions in an elementary reaction. Remember, in an elementary reaction, it is applicable for elementary reaction. Okay, വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ കൂടെ കൂട്ടി പറയാം, ഓർ എലമെന്ററി സ്റ്റെപ്പ് ഓഫ് എ കോംപ്ലക്സ് റിയാക്ഷൻ. ഒരു കോംപ്ലക്സ് റിയാക്ഷനിലുള്ള എലമെന്ററി സ്റ്റെപ്പുകൾക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, സോ നമ്പർ ഓഫ് റിയാക്ടൻസ് ശരിക്കും ഡെഫിനിഷൻ പറയുമ്പോൾ അങ്ങനെ പറയാറ്,
number of reactants that are undergoing simultaneous collisions. നിങ്ങൾ ചാപ്റ്ററിന്റെ അവസാനം പഠിപ്പിക്കുക ഞാൻ നിങ്ങളെ എല്ലാ റിയാക്ഷൻസും നടക്കുന്ന റിയാക്ടന്റുകൾ തമ്മിൽ കൂട്ടിയിടിച്ചിട്ടാണ്. അപ്പൊ ഒരേ സമയം തമ്മിൽ കൂട്ടിയിരിക്കുന്ന റിയാക്ടന്റ് മോളിക്യൂളുകളുടെ എണ്ണം അങ്ങനെയാണ് പറയാറ്. സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കി ഇത്രയേ ഉള്ളൂ. ബാലൻസ്ഡ് ഇക്വേഷനിൽ റിയാക്ടന്റ് മോളിക്യൂൾസിന്റെ എണ്ണം, സ്റ്റോയിച്ചിയോമെട്രിക് കോഎഫിഷ്യന്റ്സിന്റെ എണ്ണം. ബട്ട് ഇൻ എൻ എലിമെന്ററി റിയാക്ഷൻ, സിംഗിൾ സ്റ്റെപ്പ് റിയാക്ഷനിലെ അത് എടുത്ത് പറയാൻ പാടുള്ളൂ, ഓർ എലിമെന്ററി സ്റ്റെപ്പ് ഓഫ് എ കോംപ്ലക്സ് റിയാക്ഷൻ. ഓക്കെ ആണല്ലോ? എങ്കിൽ മോളിക്കുലാരിറ്റിയുടെ വാല്യൂ cannot be 0. നമ്മൾ എവിടെയെങ്കിലും ബാലൻസ്ഡ് ഇക്വേഷനിൽ ബാലൻസ് ചെയ്യാൻ വേണ്ടി 0 എന്ന് എഴുതാറുണ്ടോ? ഇല്ല. മോളിക്കുലാരിറ്റി cannot be 0. മോളിക്കുലാരിറ്റി cannot be fractional. ഒരു പകുതി മോളിക്യൂൾ പോയിട്ട് മറ്റവനെ ഇടിക്കുവോ? ഇല്ല. മോളിക്കുലാരിറ്റിക്ക് ഫ്രാക്ഷണൽ വാല്യൂ ഉണ്ടാകൂല, 0 ഉണ്ടാകൂല. പിന്നെ ഏതൊക്കെ വാല്യൂസ് പോസിബിൾ എന്നറിയോ? I told you it is a theoretical concept. Molecularity is a theoretical concept. Okay, balanced equation നോക്കി എഴുതാം. It is a theoretical concept. Balanced equation നോക്കി എഴുതാവുന്നേ ഉള്ളൂ. Balanced equation നോക്കിയിട്ട് എഴുതാവുന്നേ ഉള്ളൂ. Okay, and it can have values. Its values can be 0. Sorry, it cannot have values 0 and fractional. It values can be 1, 2 or 3. 3 values ഉണ്ടാവുള്ളൂ. 1 ആവാം, മോളിക്കുലാരിറ്റി 1 ആവാം, മോളിക്കുലാരിറ്റി 2 ആവാം, മോളിക്കുലാരിറ്റി 3 ആവാം, മാക്സിമം 3 ആണ്. ഓക്കെ, അപ്പൊ അറിഞ്ഞിരിക്കുക വാട്ട് ഇസ് മോളിക്കുലാരിറ്റി എന്ന് പറഞ്ഞാൽ അറിഞ്ഞിരിക്കുക നമ്പർ ഓഫ് റിയാക്ടൻസ് ഇൻ എ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ, ബട്ട് ഇറ്റ് മസ്റ്റ് ബി an elementary reaction. Number of coefficients in an elementary reaction. This is correct. Number of coefficients or number of reactant molecules in an elementary reaction. കോംപ്ലക്സിലാണ്, കോംപ്ലക്സിലെ എലിമെന്ററി സ്റ്റെപ്പുകൾക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. It is a theoretical concept directly obtained from balanced chemical equation. Theoretical concept ആണ്, directly obtained from balanced chemical equation. It cannot have values 0 and fractional. It can have values 1, 2 or 3. ഇനി ഞാൻ അവൻ മോളിക്കുലാരിറ്റി 1 2 3 ഉണ്ടാകും അല്ലെ. എങ്കിൽ മോളിക്കുലാരിറ്റി 1 ഉള്ള റിയാക്ഷൻസിന് ഒരു പേരുണ്ട്. ലിസൺ മീ. 1 യൂണിമോളിക്കുലാർ റിയാക്ഷൻസ്. യൂണിമോളിക്കുലാർ reactions. Okay, unimolecular reaction means whose molecularity is 1. Molecularity 1 ഉള്ള റിയാക്ഷൻസിനെ എന്ത് വിളിക്കുക? unimolecular reactions. Okay, unimolecular reactions means molecularity is equal to 1. ഞാനൊരു എക്സാമ്പിൾ എഴുതാം. ലിസൺ മീ. Best example, NH4NO2. What is that? നമ്മൾ നേരത്തെ പഠിച്ചൊരു എക്സാമ്പിൾ ആണ് അമോണിയം നൈട്രൈറ്റ്. നൈട്രൈറ്റ് അവസാനിക്കുന്ന ITE എന്നാണ്. നൈട്രൈറ്റ് ഒരു എക്സ്പ്ലോസീവ് ആണ്. അമോണിയം നൈട്രൈറ്റ് ഡീകമ്പോസ് ചെയ്യാറുണ്ട്. എന്തൊക്കെയാ ഉണ്ടാവുക? പ്രോഡക്റ്റ് N2+2H2O. ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ആണ്. ബാലൻസ്ഡ് ആണ് നോക്കാം. ബാലൻസ്ഡ് ആണ്. Actually, it is an elementary reaction. ഈ എലിമെന്ററി റിയാക്ഷനിൽ എത്ര റിയാക്ടന്റ് മോളിക്യൂൾസ് ഉണ്ട്? ഓൺലി 1. അമോണിയം നൈട്രൈറ്റ് ഒന്നല്ലേ ഉള്ളൂ. സോ ഇറ്റ്സ് മോളിക്കുലാരിറ്റി ഈസ് 1. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നേരത്തെ ഓർമ്മയുണ്ടാവും, നിങ്ങൾക്ക് പഠിക്കണം പഴയത്. ഈ റിയാക്ഷന്റെ ഓർഡർ എത്രയായിരുന്നു? നിങ്ങൾ നേരത്തെ ചെക്ക് ചെയ്താൽ കിട്ടും. മുമ്പ് എഴുതിയ നോട്ട്സ് ചെക്ക് ചെയ്യണം. അവിടെ ഫസ്റ്റ് ഓർഡറിന്റെ എക്സാമ്പിളിൽ കാണാം ഈ റിയാക്ഷനിലേക്ക്. അപ്പൊ ഈ റിയാക്ഷന്റെ ഓർഡറും മോളിക്കുലാരിറ്റിയും സെയിം ആണ് അല്ലെ. നിങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ് ശ്രദ്ധിക്കണം, നിങ്ങൾ നോട്ട് ചെയ്യണം. വാട്ട് ഇസ് ദാറ്റ്? ഒരു എലിമെന്ററി റിയാക്ഷന്റെ ഓർഡറും മോളിക്കുലാരിറ്റിയും സെയിം ആണ്. പല റിയാക്ഷനിലും ഇവിടെയുള്ള കോയിഫിഷ്യന്റ് അല്ല റേറ്റ് ലോയിൽ ഓർഡർ വന്നിരുന്നത് അല്ലെ. നീ കോയിഫിഷ്യന്റ് അതേപോലെ എഴുതുന്നതാണ് മോളിക്കുലാരിറ്റി. പക്ഷെ എലിമെന്ററി ആണെന്ന് പറഞ്ഞു. എങ്കിൽ അവിടെ ശ്രദ്ധിക്കണ്ടേ, ഒരു എലിമെന്ററി റിയാക്ഷൻ ഒറ്റ സ്റ്റെപ്പിലല്ലേ റിയാക്ഷൻ നടക്കുന്നത്. അതുകൊണ്ട് ആ സിംഗിൾ സ്റ്റെപ്പ് റിയാക്ഷൻ ആയതുകൊണ്ട് അതിലുള്ള കോയിഫിഷ്യന്റ് തന്നെ അതിന്റെ ഓർഡറും അത് തന്നെ അതിന്റെ മോളിക്കുലാരിറ്റിയും. അപ്പൊ ഒന്ന് ശ്രദ്ധിക്കണം, എലിമെന്ററി റിയാക്ഷന്റെ ഓർഡർ മോളിക്കുലാരിറ്റി സെയിം ആയിരിക്കും. അപ്പൊ ഞാൻ
മുമ്പൊരു പറഞ്ഞിരുന്നു കൈനറ്റിക്സിൽ എപ്പോഴാണ് ഇവിടെ അതേ കോയിഫിഷ്യന്റ് ചിലപ്പോൾ ഓർഡർ വരാറുണ്ടെന്ന് പറഞ്ഞിരുന്നു. അത് എലമെന്ററി റിയാക്ഷനിലാണ്. എന്നാൽ കോംപ്ലക്സ് റിയാക്ഷനിലാണ് ഇവിടെ ഇല്ലാത്ത വേറെ നമ്പേഴ്സ് വരാം. ഓക്കെ, ഇനി രണ്ടാമത്തെ ടൈപ്പ്. അപ്പൊ ഇതൊരു എലമെന്ററിക്ക് എക്സാമ്പിൾ. നമ്മൾ നേരത്തെ എലമെന്ററിക്ക് എക്സാമ്പിൾ പഠിച്ചിട്ടില്ലായിരുന്നു, അതിപ്പോ പഠിക്കാൻ പോവാം. ദിസ് ഇസ് ആൻ എക്സാമ്പിൾ ഫോർ എലമെന്ററി റിയാക്ഷൻ. റിയാക്ഷന്റെ മോളിക്കുലാരിറ്റി വേണമെങ്കിൽ രണ്ടാവാം എങ്കിൽ ദേ ആർ കോൾഡ് ബൈമോളിക്കുലാർ റിയാക്ഷൻസ്. Bimolecular reaction. What is meant by a bimolecular reaction? Whose molecularity is 2? Molecularity രണ്ടുള്ള റിയാക്ഷൻസിന് എന്ത് വിളിക്കുന്നത്? ബൈമോളിക്കുലാർ. Molecularity is equal to 2. Molecularity രണ്ടുള്ള റിയാക്ഷൻസിനെ ബൈമോളിക്കുലാർ എന്ന് വിളിക്കും. ഓക്കെ, എങ്കിൽ ഇതിനൊരു എക്സാമ്പിൾ. ഇതിന് എക്സാമ്പിൾ നോക്കിക്കോണേ. 2HI giving H2 plus I2. ഇവിടെ ഗോൾഡ് എന്ന കാറ്റലിസ്റ്റ് ഇല്ല കേട്ടോ. ഗോൾഡ് എന്ന കാറ്റലിസ്റ്റ് ഇല്ലാതെ ഈ റിയാക്ഷൻ എങ്ങനെ ശരിക്കും നടക്കുന്ന അറിയോ? ഒരു H2 മോളിക്യൂളും ഒരു I2 മോളിക്യൂളും പോയിട്ട് സ്ട്രോങ് ആയി കൂട്ടിയിരിക്കും, സൈമൾട്ടേനിയസ്ലി കൂട്ടിയിരിക്കും. കൂട്ടിയിടിച്ചിട്ട് പഴയ ബോണ്ടുകൾ ബ്രേക്ക് ചെയ്തിട്ട് പുതിയ ബോണ്ടുകൾ രണ്ട് H2 plus I2 രണ്ട് മോളിക്യൂൾസ് ഉണ്ടാവാണ് ചെയ്യുക. ഓക്കെ, എങ്കിൽ ഇവിടെ രണ്ട് റിയാക്ടൻസ് ആണ് ഒരേ സമയം ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷനിൽ ഉള്ളത്. Its molecularity is 2. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഈ റിയാക്ഷൻ ഗോൾഡ് ഉണ്ടെങ്കിൽ മാറ്റമുണ്ട്, ഗോൾഡ് ഇല്ലെങ്കിൽ ഇത് സെക്കൻഡ് ഓർഡർ ആയിരുന്നു. അപ്പൊ ഇതൊരു എലമെന്ററി റിയാക്ഷൻ ആണ്. ഗോൾഡ് ഉണ്ടെങ്കിൽ കോംപ്ലക്സ്, പിന്നെ പറയാം. എങ്കിൽ ഇത് എലമെന്ററി റിയാക്ഷൻ ആണ്. ഇതിന്റെ ഓർഡറും രണ്ടായിരുന്നു, മോളിക്കുലാരിറ്റി രണ്ടാണ്. ഒരു എലമെന്ററി റിയാക്ഷന്റെ ഓർഡർ മോളിക്കുലാരിറ്റി സെയിം ആണ്. ഓക്കെ, സോ അനദർ എക്സാമ്പിൾ ഫോർ എലമെന്ററി റിയാക്ഷൻ ആൻഡ് ഇറ്റ് ഇസ് സ്റ്റിൽ ബൈമോളിക്കുലാർ റിയാക്ഷൻ. മീൻസ് രണ്ട് റിയാക്ടൻസ് ബാലൻസ്ഡ് ഇക്വേഷനിലുണ്ട്. സോ മോളിക്കുലാരിറ്റി 2. ഇനി മൂന്നാമത്തെ ടൈപ്പ് റിയാക്ഷൻ ആണ് മോളിക്കുലാരിറ്റിയെ ബേസ് ചെയ്ത ക്ലാസിഫിക്കേഷൻ ആണ്. 1 ഉള്ളവരും യൂണിമോളിക്കുലാർ, മോളിക്കുലാരിറ്റി 2 ഉള്ളവർ ബൈമോളിക്കുലാർ. ഇനി 3 മോളിക്കുലാരിറ്റി ഉള്ള റിയാക്ഷൻസ് ഉണ്ട്. അവരെ നമുക്ക് വിളിക്കാം ടെർമോളിക്കുലാർ റിയാക്ഷൻസ്. ടെർമോളിക്കുലാർ റിയാക്ഷൻസ്. Termolecular or trimolecular ശരിയാണ്. Trimolecular. Termolecular reaction means its molecularity is equal to 3. Molecularity is equal to 3. Okay. Example നോക്കാം. Example 2NO plus O2 2NO2. ഇതൊരു എലമെന്ററി റിയാക്ഷൻ ആണ്. നിങ്ങൾ എലമെന്ററി റിയാക്ഷൻസ് ഇത് മൂന്നും പഠിച്ചു വെക്കുവാണ് നിർബന്ധമായിട്ട്. NCERT പഠിപ്പിക്കുന്ന എക്സാമ്പിൾസ് ആണ്. ഈ റിയാക്ഷൻ നമുക്ക് 2NO ഒരു O2 ടോട്ടൽ നമ്പർ ഓഫ് റിയാക്ടൻസ് എത്രയാ? 3. സോ കോഎഫിഷ്യന്റിന്റെ സം 3 അല്ലേ? മോളിക്കുലാരിറ്റി 3. ഓക്കെ, ഇറ്റ് ഇസ് എ ടെർമോളിക്കുലാർ റിയാക്ഷൻ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഞാൻ തേർഡ് ഓർഡർ റിയാക്ഷൻ ഒരു സ്പെസിഫിക് എക്സാമ്പിൾ എഴുതിയതായിരുന്നു. ഇത് എലമെന്ററി റിയാക്ഷൻ ആണ്. എലമെന്ററി റിയാക്ഷന്റെ ഓർഡർ മോളിക്കുലാരിറ്റി സെയിം ആണ്. ഓക്കെ അല്ലേ? അപ്പൊ ഇങ്ങനെ മോളിക്കുലാരിറ്റി ഒരു കെമിക്കൽ റിയാക്ഷന് മോളിക്കുലാരിറ്റി 1 ആവാം, 2 ആവാം, 3 ആവാം. 1 ആണെങ്കിൽ യൂണിമോളിക്കുലാർ, 2 ആണെങ്കിൽ ബൈമോളിക്കുലാർ, 3 ആണെങ്കിൽ ടെർമോളിക്കുലാർ റിയാക്ഷൻ എന്ന് പറയും. എലമെന്ററി റിയാക്ഷൻസിന്റെ എക്സാമ്പിൾസ് ഇവിടെ വന്നു. ഐ ടോൾഡ് യു മാക്സിമം മോളിക്കുലാരിറ്റി 3 ഉണ്ടാകും. മോളിക്കുലാരിറ്റിയുടെ വാല്യൂ മാക്സിമം 3 ഉണ്ടാകും. അതിന്റെ റീസൺ ബുക്കിൽ പറയുന്നുണ്ട്. മോളിക്കുലാരിറ്റി cannot have more than 3. It is due to lack of possibility of simultaneous collisions with more than 3 molecules. എന്ന് പറഞ്ഞാല് ഒരു ആളങ്ങ് പൊട്ടിത്തെറിക്കാം, ഡീകമ്പോസ് ചെയ്യാം, അതാണ് യൂണിമോളിക്കുലാർ. രണ്ടാൾ സൈമൾട്ടേനിയസ്ലി കൂട്ടിയിടിച്ച് റിയാക്ഷൻ നടക്കാം, അതാണ് ബൈമോളിക്കുലാർ. 3 പേര് ഒരു പോയിന്റിൽ പോയിട്ട് സൈമൾട്ടേനിയസ്ലി കൂട്ടിയിരിക്കണം. ഒരു പോയിന്റിൽ പോയിട്ട് 3 പേര് സൈമൾട്ടേനിയസ്ലി കൂട്ടിയിരിക്കണം, അതാണ് ടെർമോളിക്കുലാർ. അങ്ങനെയുള്ള റിയാക്ഷൻസ് ഉണ്ട്, കുറവാണ്. തേർഡ് ഓർഡറിനെങ്കിൽ ഇങ്ങനെ റിയാക്ഷൻസ് എക്സാമ്പിൾസ് വളരെ കുറവാണ്. എന്നാൽ 4 പേര് ഒരേ പോയിന്റിൽ പോയിട്ട് സൈമൾട്ടേനിയസ്ലി ഇടിക്കാനുള്ള സാധ്യത കുറവാണ്, അതിനുള്ള പോസിബിലിറ്റി കുറവാണ്. അതുകൊണ്ടാണ് മാക്സിമം മോളിക്കുലാരിറ്റി എത്ര ഉണ്ടാകുള്ളൂ? 3. അതൊന്ന് അറിഞ്ഞിരിക്കുക. മോളിക്കുലാരിറ്റി cannot have more than 3, cannot have a value more than 3 due to lack of
possibility of simultaneous collisions with more than 3 molecules. മൂന്നിൽ കൂടുതൽ മോളിക്യൂൾസ് ഒരേ സമയം കൂട്ടിയിരിക്കാൻ സാധ്യതയില്ല. ഒരേ പോയിന്റ് പോയിട്ടിരിക്കാം, ഒന്നിന് പിന്നാലെ മറ്റല്ല, സൈമൾട്ടേനിയസ്ലി ഒരു പോയിന്റ് പോയിരിക്കണം. അതിലുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ടാണ് മാക്സിമം മോളിക്കുലാരിറ്റി എത്ര ഉണ്ടാകുള്ളൂ? 3. ഓക്കെ, വളരെ ശ്രദ്ധിക്കണം. മാക്സിമം മോളിക്കുലാരിറ്റി 3. സോ മോളിക്കുലാരിറ്റിക്ക് 3 വാല്യൂസ് ഉണ്ടാകും. ഏതൊക്കെയാ? 1, 2 or 3. അതിൽ തന്നെ മോളിക്കുലാരിറ്റിയുടെ ഡെഫിനിഷൻ പ്രകാരം മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ബൈമോളിക്കുലാർ ആണ്. ഒരേ സമയം രണ്ടാൾ കൂട്ടിയിരിക്കുന്നത് ഏറ്റവും അപ്രോപ്രിയേറ്റ് കേട്ടോ. പിന്നെ അത് നോട്ട് ചെയ്ത് നോക്കി. ഞാൻ നേരത്തെ പറഞ്ഞത് ഫോർ ആൻ എലമെന്ററി റിയാക്ഷൻ order and molecularity are same. For an elementary reaction, order and molecularity are same. Order and molecularity are having same values. In the complex reactions, there will be order and molecularity are different for the same reaction. Okay. So similarly, maximum molecularity can be 3. Molecularity cannot have more than 3. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു molecularity cannot be zero and fractional. Molecularity cannot be zero and fractional. Zero and fractional ആദ്യം ഉണ്ടല്ലോ പറഞ്ഞു. Molecularity cannot have more than 3. Molecularity cannot be or cannot have more than 3. മൂന്നിൽ കൂടുതലും പാടില്ലെന്ന്. Cannot. Okay. Molecularity cannot have more than 3. It is due to lack of possibility of simultaneous collisions with more than 3 molecules. ഇത്രയും പോയിന്റ്സ് നിങ്ങൾ മോളിക്കുലാരിറ്റിയുടെ കൂടെ അറിഞ്ഞിരിക്കുക. പിന്നെ എലമെന്ററി റിയാക്ഷൻസിന്റെ എക്സാമ്പിൾസും ഈ 3 എക്സാമ്പിൾസ് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് മറ്റൊരു സിമ്പിൾ ടോപ്പിക്, മെക്കാനിസം ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ. മെക്കാനിസം നിങ്ങൾ പല ചാപ്റ്ററിലും മെക്കാനിസങ്ങൾ പഠിക്കാറുണ്ട്. എങ്കിൽ മെക്കാനിസം എന്നുള്ള കൺസെപ്റ്റ് എന്താണ്, മെക്കാനിസം എന്നുള്ള കാൻറ്റിക്സിൽ പഠിക്കേണ്ടത്. അതായത് മെക്കാനിസം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഡീറ്റെയിൽസ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ. ഒറ്റ വേർഡിൽ പറഞ്ഞാൽ അത്രയേ ഉള്ളൂ, സിമ്പിളായി പറഞ്ഞാലേ. ശരിക്കും അതിന്റെ ഡെഫിനേഷൻ കറക്റ്റ് പറയുമ്പോൾ ഒരു കെമിക്കൽ റിയാക്ഷൻ ഒന്നിൽ കൂടുതൽ സ്റ്റെപ്പിൽ നടക്കുന്ന റിയാക്ഷൻ ഉണ്ടല്ലോ, കോംപ്ലക്സ് റിയാക്ഷൻ. അതിൽ ആ ഓരോ സ്റ്റെപ്പും ഡീറ്റെയിൽഡായി പറയാം. അതിന്റെ ഓരോന്നിന്റെ എനർജറ്റിക്സ്, അതിന്റെ റേറ്റ്സ് ഓഫ് ഫോർമേഷൻ, അതിന്റെ ഇക്വിലിബ്രിയം ഉണ്ടെങ്കിൽ അതെല്ലാം കൂടെ കൂട്ടിയിട്ടാണ് അങ്ങനെ പറയാറ്. സിമ്പിളായിട്ട് ഇങ്ങനെ മനസ്സിലാക്കി വെച്ചാലും മതി നിങ്ങൾ. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഡീറ്റെയിൽസ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ, ഒരു സീക്വൻഷ്യൽ അക്കൗണ്ട് ഓഫ് ഈച്ച് ആൻഡ് എവരി സ്റ്റെപ്സ്. അങ്ങനെയെങ്കിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ ഈ മെക്കാനിസം എന്നുള്ള ഏത് ടൈപ്പ് റിയാക്ഷൻ നമ്മൾ പറയാ? കോംപ്ലക്സിനാണോ എലമെന്ററിക്കാണോ? കോംപ്ലക്സ് റിയാക്ഷൻ. എലമെന്ററി ഒറ്റ സ്റ്റെപ്പ് അല്ലേ ഉള്ളൂ, ആ സ്റ്റെപ്പോട് കൂടി അത് അവസാനിച്ചു. അപ്പൊ കോംപ്ലക്സ് റിയാക്ഷനിലാണ് നമ്മൾ മെക്കാനിസം പറയാം. ഓക്കെ ആണല്ലോ? നമുക്ക് ഇങ്ങനെ ഡെഫിനിഷൻ അതിന് പറയാം, എ സീക്വൻഷ്യൽ അക്കൗണ്ട് of each and every steps of a complex reaction. ഒരു കോംപ്ലക്സ് റിയാക്ഷനിൽ ഓരോരോ സ്റ്റെപ്പും ഈച്ച് ആൻഡ് എവരി സ്റ്റെപ്സിന്റെ ആ സീക്വൻസിൽ പറയാം, എക്സ്പ്ലെയിൻ ചെയ്യാം. അതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? മെക്കാനിസം ഓഫ് എ കോംപ്ലക്സ് റിയാക്ഷൻ ഇസ് കോൾഡ് മെക്കാനിസം. പല രീതിയിലും ഡെഫിനിഷൻ പറയാറുണ്ട്. ഏറ്റവും മിനിമം ഇത്രയും ഓർത്തിരിക്കുക. ഒരു ഏറ്റവും മിനിമം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഡീറ്റെയിൽസ് ഓഫ് എ റിയാക്ഷൻ നിങ്ങൾ ഓർത്തിരിക്കുക. ഇനി നോക്കണം, ഞാൻ ചില കോംപ്ലക്സ് റിയാക്ഷൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവാണ്, അതിന്റെ മെക്കാനിസം പറയാൻ പോവാണ്. അതിന് മുമ്പ് നിങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് നിങ്ങൾ നോട്ട് ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, ലിസൺ മീ. among different steps of a complex reaction,
the slowest step, slowest step will be the rate determining step. Rate determining, rate controlling എന്നൊക്കെ പറയാം. Rate determining step. You must remember, never forget this sentence and underline. You have to note it. Among different steps of a complex reaction, the slowest step will be always the rate determining step. Remember, never forget. ഞങ്ങൾ ചില മെക്കാനിസങ്ങൾ പറയാൻ പോകുന്ന ചില റിയാക്ഷൻസിന്റെ അതില് പല സ്റ്റെപ്പും പല സ്പീഡിലായിരിക്കും നടക്കുക. എല്ലാ സ്റ്റെപ്പും ഒരേ സ്പീഡ് ആവണമെന്നില്ലല്ലോ. എങ്കിൽ അതിൽ ഏറ്റവും സ്ലോവസ്റ്റ് സ്റ്റെപ്പ്, സ്ലോ സ്റ്റെപ്പ് ഒന്നുമല്ല, സ്ലോവസ്റ്റ് സ്റ്റെപ്പ് അങ്ങനെ പറയാൻ കാരണം രണ്ട് സ്റ്റെപ്പ് സ്ലോ ആണെങ്കിലോ അല്ലെങ്കിൽ എല്ലാ സ്റ്റെപ്പ് സ്ലോ ആണെങ്കിലോ ഉള്ളതിൽ ഏറ്റവും സ്ലോവസ്റ്റ് സ്റ്റെപ്പ് ഏതാണോ അത്, ദാറ്റ് ഇസ് സ്ലോവസ്റ്റ് സ്റ്റെപ്പ്. ഇനിയിപ്പോ എല്ലാ സ്റ്റെപ്പും ഫാസ്റ്റ് ആണെങ്കിലോ അതിലേറ്റവും സ്ലോ ഏതാണോ, ആ ഫാസ്റ്റിലേറ്റവും സ്ലോ ഏതാണോ അതാണ് സ്ലോവസ്റ്റ് സ്റ്റെപ്പ്. So remember, slowest step will be the rate determining step. And another point, rate law can be written by using slowest step. Rate law can be theoretically written by using this step, by using this slowest step. അതുകൊണ്ടൊന്ന് അറിഞ്ഞിരിക്കുക. നമുക്കൊരു കെമിക്കൽ റിയാക്ഷൻ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ പറയുന്നത്, ഒരു കെമിക്കൽ റിയാക്ഷന്റെ മെക്കാനിസം ചിലപ്പോൾ തന്നേക്കാം. മെക്കാനിസം തന്നിട്ടുണ്ടെങ്കിൽ അതിൽ ഏറ്റവും സ്ലോവസ്റ്റ് സ്റ്റെപ്പ് ഏതാണോ അതുപയോഗിച്ച് നമുക്ക് വേണമെങ്കിൽ ആ കെമിക്കൽ റിയാക്ഷന്റെ റേറ്റ് ലോയും എഴുതാം. അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഒരു കെമിക്കൽ റിയാക്ഷന്റെ റേറ്റ് ലോ എക്സ്പെരിമെന്റലി കണ്ടെത്തുന്നതാണല്ലോ. എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ, സപ്പോസ് യു ആർ പ്രൊവൈഡഡ് വിത്ത് എ മെക്കാനിസം, നിങ്ങൾക്കൊരു മെക്കാനിസം തന്നിട്ടുണ്ടെങ്കിൽ അതിൽ സ്ലോവസ്റ്റ് സ്റ്റെപ്പ് ഏതെന്ന് അവർ പറയുന്നുണ്ടെങ്കിൽ, സ്ലോ സ്റ്റെപ്പ് അവർ പറയുന്നുണ്ടെങ്കിൽ ആ സ്ലോ സ്റ്റെപ്പിലെ റിയാക്ടന്റുകളൊക്കെ നിങ്ങൾ ഉപയോഗിച്ചിട്ട് അതിൽ റിയാക്ടന്റ് ആരൊക്കെയുണ്ടോ അതൊക്കെ നേരിട്ട് റേറ്റ് ലോയിൽ എഴുതാം. ആ സ്ലോവസ്റ്റ് സ്റ്റെപ്പിന്റെ കോയിഫിഷ്യൻസിന്റെ സം ആയിരിക്കും ഓർഡർ. നിങ്ങൾക്ക് വേണം ഇങ്ങനെ ഒരു കൺസെപ്റ്റ് പറയാം. അതിൽ ചില എക്സെപ്ഷൻസ് ഉണ്ട്. സ്ലോവസ്റ്റ് സ്റ്റെപ്പിന്റെ മോളിക്കുലാരിറ്റി ആയിരിക്കും റിയാക്ഷന്റെ ഓർഡർ. ആ കോംപ്ലക്സ് റിയാക്ഷന്റെ ഓർഡർ, കോംപ്ലക്സ് റിയാക്ഷന്റെ ഓർഡറിൽ ഒരിക്കലും നമ്മൾ ബാലൻസ്ഡ് ഇക്വേഷൻ നമ്പർ അല്ലല്ലോ വരിക. അപ്പൊ കോംപ്ലക്സ് റിയാക്ഷന്റെ ഓർഡർ സ്ലോവസ്റ്റ് സ്റ്റെപ്പിന്റെ മോളിക്കുലാരിറ്റി ആയിരിക്കും. അങ്ങനെ വേണേൽ പറയാം. കൺഫ്യൂഷന്റെ പ്രശ്നമാകണേ അത് അടുത്ത എക്സാമ്പിൾ ഇത് മനസ്സിലാവും. ഒരു എക്സാമ്പിൾ ഡെമോൺസ്ട്രേഷൻ കാണിച്ചാൽ അപ്പൊ ഒന്ന് ക്ലിയർ ആവും. ശരിക്കും ശ്രദ്ധിക്കണം. ഒരു സിമ്പിൾ എക്സാമ്പിൾ ഞാൻ ചില മെക്കാനിസങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ്. എക്സാമ്പിൾ 1. ലിസൺ മീ. സപ്പോസ് ഒരു കെമിക്കൽ റിയാക്ഷൻ 2NO2 plus F2 giving 2NO2F. ഇതൊരു ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ആണല്ലോ. ഇതിൽ അറിഞ്ഞിരിക്കുക ദിസ് ഇസ് എ കോംപ്ലക്സ് റിയാക്ഷൻ. ദിസ് ഇസ് എ കോംപ്ലക്സ് റിയാക്ഷൻ. കോംപ്ലക്സ് റിയാക്ഷൻ ആണ് മെക്കാനിസം പറയാൻ പോവാണ്. ഇതിന്റെ മെക്കാനിസം സയന്റിസ്റ്റ് കണ്ടെത്തിയാൽ നമ്മൾ നേരിട്ട് പഠിക്കുകയാണ്. മെക്കാനിസം എന്ന് പറഞ്ഞാൽ ഈ റിയാക്ഷൻ എത്ര സ്റ്റെപ്പിലാണ്, ഏതൊക്കെയാ സ്റ്റെപ്പുകൾ. ഈ റിയാക്ഷൻ നടക്കുന്നത് 2 സ്റ്റെപ്പിലാണ്. എല്ലാ റിയാക്ഷൻ 2 സ്റ്റെപ്പ് അല്ല, 2, 3, 4, 5 ഒക്കെ ഉള്ള റിയാക്ഷൻസ് ഉണ്ട്. ഇത് 2 സ്റ്റെപ്പിലാണ്. ഏതൊക്കെയാ സ്റ്റെപ്പ് നോക്കാം. സ്റ്റെപ്പ് 1. സ്റ്റെപ്പ് 1 ആദ്യം ഒരു NO2, ഒരു മീഡിയത്തിൽ NO2ഉം F2ഉം 2 ഗ്യാസുകൾ മിക്സ് ചെയ്തിരിക്കുക. ഏതൊരു സിലിണ്ടറിന്റെ ഉള്ളിൽ 2 ഗ്യാസുകൾ മിക്സ് ചെയ്തിരിക്കുകയാണ്, NO2 ആൻഡ് F2. അപ്പൊ കോടിക്കണക്കിന് NO2ഉം കോടിക്കണക്കിന് F2 ഉണ്ടാവാം. ഒരു മോൾ എടുത്താൽ തന്നെ എത്രയോ കോടികളല്ലേ. അപ്പൊ അതിലെന്ത് സംഭവിക്കുന്നു, ഏതെങ്കിലും ഒരു NO2 പോയിട്ട് ഒരു F2മായിട്ട് കൂട്ടിയിടിക്കും. ഒരു NO2 പോയിട്ട് ഒരു F2മായിട്ട് കൂട്ടിയിടിക്കും, സ്ട്രോങ് ആയിട്ട് കൂട്ടിയിടിക്കും. കൂട്ടിയിടിച്ചിട്ട് F സിംഗിൾ ബോണ്ട് F എന്നുള്ള ബോണ്ട് പൊട്ടിക്കും. NO2 പോയി ഇടിച്ചിട്ട് നൈട്രജൻ ഉപയോഗിച്ചിട്ട് ഇടിക്കാം. അങ്ങനെ പൊട്ടിച്ചിട്ട് അതിലൊരു ഫ്ലൂറിന് NO2 എടുക്കും. അങ്ങനെ ആദ്യത്തെ പ്രൊഡക്റ്റ്, ഒരു പ്രൊഡക്റ്റ് കിട്ടി NO2F. ഒരു പ്രൊഡക്റ്റ് കിട്ടി NO2F, ഒരു പ്രൊഡക്റ്റ് കിട്ടി. എങ്ങനെ, ഈ ഫ്ലൂറിനെ ഇടിച്ചിട്ട് അതിലൊരു ഫ്ലൂറിൻ ആറ്റത്തെ NO2 നൈട്രജൻ ഒരു ഓഡ് ഇലക്ട്രോൺ ഒക്കെ ഉണ്ടല്ലോ, ആ ഇലക്ട്രോൺ ഉപയോഗിച്ചാണ് ഒരു ബോണ്ട് ഫോം ചെയ്തു. അങ്ങനെ NO2F എന്നുള്ള ഒരു പ്രൊഡക്റ്റ് കിട്ടി. പ്ലസ് ഒരു ഫ്ലൂറിനല്ലേ ഇവൻ എടുത്തിട്ടുള്ളൂ. അപ്പൊ രണ്ടാമത്തെ ഫ്ലൂറിനോ
അവൻ അവിടെ ഉണ്ടാകും, അവൻ ഒറ്റയ്ക്കുണ്ടാകും, ഒറ്റയ്ക്കായി നിൽക്കും. അവന്റെ കൂടുതൽ മറ്റവൻ കൊണ്ടുപോയി. ഓക്കെ, ദിസ് ഈസ് ദ സ്ലോവസ്റ്റ് സ്റ്റെപ്പ്. ഞാൻ സിമ്പിൾ ആയിട്ട് എഴുതാണ് സ്ലോ സ്റ്റെപ്പ്. എങ്കിലും ഇവിടെ NO2F എന്നുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് നമ്മളുടെ, അല്ലെ? എങ്കിൽ എഫ് എന്നൊരാളില്ല ഇവിടെ. എഫ് ഇസ് കോൾഡ് അൻ ഇന്റർമീഡിയറ്റ്. എങ്കിൽ എങ്ങനെയാണ് ഒരാൾ ഇന്റർമീഡിയറ്റ് ആണോ അല്ലെങ്കിൽ തിരിച്ചറിയും? നിങ്ങൾ മെക്കാനിക്സ് എഴുതുമ്പോ ശ്രദ്ധിക്കണം. മെക്കാനിക്സ് എഴുതുമ്പോ റിയാക്ടന്റോ പ്രൊഡക്റ്റോ അല്ലാത്ത വേറെ ആരെങ്കിലും അതിനിടയിൽ എവിടെയെങ്കിലും കയറി വരുന്നുണ്ടെങ്കിൽ, മെക്കാനിസത്തിൽ കയറി വരുന്നുണ്ടെങ്കിൽ അവരൊക്കെ നിങ്ങൾക്ക് എന്ത് വിളിക്കാം? ഇന്റർമീഡിയറ്റ്. അത് ആറ്റോ ആവാം, അയോൺ ആവാം, മോളിക്യൂൾസ് ആവാം. ഇന്റർമീഡിയറ്റ് പല ടൈപ്പ് വരും. കാർബോകാറ്റയൻസ് ഇന്റർമീഡിയറ്റ് ഓർഗാനിക്കൽ പഠിച്ചിട്ടുണ്ടാവും. കാർബാനോ ഇന്റർമീഡിയറ്റ് ഉണ്ട്, ഫ്രീ റാഡിക്കൽ ഉണ്ട്, ചില മോളിക്യൂൾസ് ഇന്റർമീഡിയറ്റ് ഉണ്ട്, ചില ആറ്റംസ് ഇന്റർമീഡിയറ്റ് വരും, പലതും വരും. ഇവിടെ എഫ് എന്നുള്ള ആറ്റാണ് ഇന്റർമീഡിയറ്റ്. ഓക്കെ, ദിസ് ഇസ് സ്റ്റെപ്പ് 1. നൗ സീ സ്റ്റെപ്പ് 2. ഒരു NO2F എന്നുള്ള പ്രൊഡക്റ്റ് ആണ്. അവിടെ ഇന്റർമീഡിയറ്റ് അൺസ്റ്റേബിൾ ആണല്ലോ. അത് അൺസ്റ്റേബിൾ ആയതുകൊണ്ട് അവൻ എങ്ങനെയെങ്കിലും ഇനി മറ്റാരെങ്കിലുമായി കൂടി ചെന്ന് സ്റ്റേബിൾ ആക്കാൻ വേണ്ടി ശ്രമിക്കും. അപ്പൊ ആ മീഡിയത്തിൽ കുറെ എഫുകൾ ഉണ്ടായിട്ടുണ്ടാവാം. ആ എഫിലെ ഒരു എഫ് എന്ത് ചെയ്യുന്ന അറിയോ? ഒരു NO2 അങ്ങോട്ട് പോയിട്ടിടിക്കും. പക്ഷെ അത് ഈ രണ്ടാമത്തെ സ്റ്റെപ്പ് ഒന്നാമത്തെ സ്റ്റെപ്പിനേക്കാളും ഫാസ്റ്റ് ആണ്. അത് ഫാസ്റ്റ് ആവാന്നല്ല, അതിനെ കമ്പയർ ചെയ്യുമ്പോൾ ഫാസ്റ്റ് ആണ്. ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ അത് സ്ലോ ഉണ്ട്. ദാറ്റ്സ് ദ പോയിന്റ്. അങ്ങനെ ആ എഫും ഇവിടെ NO2 കൂടി ചേർന്നു. വാട്ട് ഇസ് ദ പ്രൊഡക്റ്റ്? NO2F. That is the final product. So this is the mechanism. ഇനിക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. ഈ മെക്കാനിസത്തിലെ എല്ലാ സ്റ്റെപ്പും കൂടെ നിങ്ങൾ കൂട്ടിയാൽ, ആഡ് ചെയ്താൽ ഓവറോൾ റിയാക്ഷൻ കിട്ടും. കിട്ടും. ഇത് രണ്ടോടെ കൂട്ടി നോക്ക്. എഫ് അപ്രോപ്രിയം ക്യാൻസൽ ചെയ്തു. 2NO2 plus F2 giving 2NO2F product ആയി. Now see, come back. Among different steps of a complex reaction, I told you slowest step will be always the rate determining step. സ്ലോവസ്റ്റ് സ്റ്റെപ്പ് ആണ്, കമ്പൽസറി ആണ്. സ്ലോവസ്റ്റ് സ്റ്റെപ്പ് ആയിരിക്കും എപ്പോഴും റേറ്റ് തീരുമാനിക്കുന്ന സ്റ്റെപ്പ്. അങ്ങനെയാണെങ്കിൽ ആ സ്റ്റെപ്പിൽ ആരെല്ലാം ഉണ്ടോ അതേ റേറ്റിനെ അഫക്ട് ചെയ്യുള്ളൂ. കാരണം മറ്റുള്ള ഫാസ്റ്റ് സ്റ്റെപ്പ് ഒക്കെ അതിനേക്കാളും സ്പീഡിൽ അവിടെ നടന്നോളും, അതിനേക്കാളും സ്പീഡിൽ പ്രൊഡക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ എക്സ്പെരിമെന്റലി റേറ്റ് കാണുമ്പോൾ ആ സ്ലോവസ്റ്റ് സ്റ്റെപ്പിന്റെ റേറ്റ് നമുക്ക് കിട്ടുള്ളൂ എക്സ്പെരിമെന്റലി. അപ്പൊ അതിൽ ഒരു NO2 ഒരു F2 അല്ലേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പഠിപ്പിച്ചിരുന്നു ഈ റിയാക്ഷന്റെ ഓർഡർ എത്രയാ? സെക്കൻഡ് ഓർഡറാ. NO2 പവർ ബാലൻസ്ഡ് ഈക്വേഷൻ 2 ഉണ്ടെങ്കിലും ആക്ച്വൽ ഓർഡർ 1 ഉള്ളൂ. NO2 പവർ 1 ഉള്ളൂ, F2 1 ഉള്ളൂ. അത് എക്സ്പെരിമെന്റലി കണ്ടെത്തിയതുമാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ഞാൻ അടുത്ത് പറയുന്നത് നോക്കണം. നെക്സ്റ്റ് ഈ റിയാക്ഷന്റെ റേറ്റ് ലോ. ഈ റിയാക്ഷന്റെ റേറ്റ് ലോ പറയുന്നത് റേറ്റ് ലോ ഓഫ് റിയാക്ഷൻ ഫ്രം സ്ലോ സ്റ്റെപ്പ്. റേറ്റ് അത് ഞാൻ നേരത്തെ എഴുതിയത്. റേറ്റ് ലോ ക്യാൻ ബി റിട്ടൺ ബൈ യൂസിങ് ദ സ്ലോവസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ റേറ്റ് ലോ ഫ്രം സ്ലോ സ്റ്റെപ്പ് എങ്ങനെ എഴുതും നോക്ക്. R = K × സ്ലോ സ്റ്റെപ്പിൽ ഒരു NO2 അല്ലേ ഉള്ളൂ. സോ NO2 raised to 1 എഴുതാൻ നിർബന്ധമില്ല. ഒരു F2 അല്ലേ ഉള്ളൂ. F2 raised to 1. So what is the order of reaction? 1 + 1 2. അപ്പൊ അതാ ഞാൻ നേരത്തെ പറഞ്ഞത്. സ്ലോവസ്റ്റ് സ്റ്റെപ്പിന്റെ മോളിക്കുലാരിറ്റി ആ റിയാക്ഷന്റെ ഓർഡർ സെയിം ആയിരിക്കും. ഓക്കെ, അപ്പൊ സ്ലോവസ്റ്റ് സ്റ്റെപ്പിലെ കോയിഫിഷ്യൻസ് അതേപോലെ നിങ്ങൾക്ക് റേറ്റ് ലോയിൽ റേസ് ചെയ്യാം. അത് കറക്റ്റ് ആൻസർ ആയിരിക്കും, തെറ്റൂല. സ്ലോവസ്റ്റ് സ്റ്റെപ്പിന്റെ മറ്റുള്ള സ്റ്റെപ്പിൽ നോക്കണം. അതിന് റീസൺ മനസ്സിലായാലോ? സ്ലോവസ്റ്റ് സ്റ്റെപ്പാണ് റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ്, റേറ്റ് കൺട്രോളിങ് സ്റ്റെപ്പ്. ഓവറോൾ റിയാക്ഷൻ റേറ്റ് തീരുമാനിക്കുന്ന ആ സ്ലോ സ്റ്റെപ്പ് മാത്രമാണ്. അത് ഉപയോഗിച്ചപ്പോൾ എപ്പോഴും റേറ്റ് ലോയും എഴുതാം. ഓക്കെ, വേണേ ഇതിന് ഇങ്ങനെയും കൂടെ എഴുതാം. ഡിഫറൻഷ്യൽ റേറ്റ് ലോ. ഡിഫറൻഷ്യൽ റേറ്റ് എങ്ങനെ എഴുതും? -dR/dt. അതിൽ ഡിഫറൻസിയേഷൻ ആറിന്റെ സ്ഥാനത്ത് -dR/dt എന്ന് എഴുതാം. R മീൻസ് എനി ഓഫ് ദി റിയാക്ടന്റ്. അത് ഇത് വെച്ചിട്ട് എഴുതാം. RHS ഇത് തന്നെ എഴുതാം. K ×
concentration of NO2 into concentration of F2. This is differential rate law. Then എങ്ങനെ അറിയാം? Differential rate law. Okay. K into concentration of NO2 into concentration of F2. Okay. ഇനി അതന്നെ dr എന്നുള്ളത് വേണമെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? മൈനസ് ഡി എഫ് ടു ബൈ ഡി ടി. ഇവിടെ 2NH2 എന്നുള്ളത് എങ്ങനെ എഴുതാം? മൈനസ് 1/2 dNO2 by dt. അങ്ങനെയൊക്കെ വേണമെങ്കിൽ മാറ്റി എഴുതാം. അടുത്ത സ്റ്റെപ്പിൽ ഞാൻ കാണിച്ചു തരാം. സോ ദാറ്റ് ഇസ് അബൌട്ട് ദി റൈറ്റിംഗ് ദി റേറ്റ് ലോ ഫ്രം മെക്കാനിസം. മെക്കാനിസം നിങ്ങൾക്ക് എക്സാമിനേഷൻ അതിന് റേറ്റ് ലോ എങ്ങനെ എഴുതാം? സ്ലോ സ്റ്റെപ്പ് ഉപയോഗിച്ച് നേരിട്ട് അങ്ങ് എഴുതിയാൽ മതി. കെ ഇൻറ്റു റിയാക്ടൻസ് ആരൊക്കെ നോക്കുക, ഇവിടെ ഏതൊക്കെ കോയിഫിഷ്യന്റ് ഉണ്ടോ അത് അതേപോലെ റേസ് ചെയ്യുകയും ചെയ്യണം. ഓക്കെ അല്ലേ? നോക്കി, ഞാൻ വേറൊരു എക്സാമ്പിൾ പറയാം. ഇത് ഹൈഡ്രജൻ പെറോക്സൈഡ് ഡീകമ്പോസിഷൻ. നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കാം. ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ ഡീകമ്പോസിഷൻ ഒരു കോംപ്ലക്സ് റിയാക്ഷൻ. എങ്ങനെ മനസ്സിലായി? നിങ്ങൾ വേണേ നിങ്ങൾക്ക് ഇതിന്റെ ഞാൻ നേരത്തെ എഴുതി തന്നിട്ടുണ്ട്. ഈ എക്സാമ്പിൾ ഏത് ഓർഡറിൽ എഴുതിയ ഓർമ്മയുണ്ടോ? ഫസ്റ്റ് ഓർഡറിന്റെ കൂടെ എഴുതി. ഇവിടെ ബാലൻസ് ഇക്വേഷൻ 2 എന്നുണ്ടെങ്കിലും ഫസ്റ്റ് ഇവിടെ റേറ്റ് ലോയിൽ 1 എന്നേ ഉള്ളൂ. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം കോംപ്ലക്സ് റിയാക്ഷനാ. ഇവിടെയുള്ള അതേ നമ്പർ തന്നെ വന്നാൽ അത് എലമെന്ററി ആണ്. എലമെന്ററി റിയാക്ഷൻ ഓർഡർ മോളിക്കുലാരിറ്റി സെയിം. ഞാനിപ്പോ പഠിപ്പിക്കുന്നൊക്കെ കോംപ്ലക്സ് റിയാക്ഷൻ. ഇതിന്റെ മെക്കാനിസം ചെക്ക് ചെയ്യാം നമുക്ക്. ഈ റിയാക്ഷൻ നടക്കുന്ന 2 സ്റ്റെപ്പിലാണ്. ഇത് 2 സ്റ്റെപ്പിലാണ്. സോ അതിന്റെ മെക്കാനിസം പറയാം. മെക്കാനിസം ഇവിടെ ആദ്യം സ്റ്റെപ്പ് 1, ഒരു ഹൈഡ്രജൻ പെറോക്സൈഡ് മോളിക്യൂള് അവന്റെ അടുത്തുള്ള ഒരു ഓക്സിജനെ പിടിച്ച് പുറത്താക്കുകയാണ് ചെയ്യുന്നത്. കാരണം നിങ്ങൾക്ക് അറിയുന്നുണ്ടാവാം, ഹൈഡ്രജൻ പെറോക്സൈഡില് ഓക്സിജന്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയാ? പെറോക്സൈഡുകളിൽ ഓക്സിജൻ -1 അല്ലേ? അവന് -2 വരാനാണ് ഇഷ്ടം. അപ്പൊ അതുകൊണ്ട് അവിടുത്തെ ഒരു ഓക്സിജൻ ആറ്റം മാത്രം ചാർജ് ഒഴിവാക്കില്ല, റിമൂവ് ചെയ്യും. ഓക്കെ, അങ്ങനെ ആദ്യം ഹൈഡ്രജൻ പെറോക്സൈഡ് എന്തായിട്ട് മാറുന്നു? ഒരു H2O പ്ലസ് O. O, what is O? O is an intermediate. Okay, here O is an intermediate. റിയാക്ടന്റോ പ്രൊഡക്റ്റോ അല്ലാത്ത H2O ഒരു പ്രൊഡക്റ്റ് ആണ്. O2 ആണ് പ്രൊഡക്റ്റ്, O ഇല്ല. O intermediate. This is the first step and slowest step. എല്ലാത്തിലും ഫസ്റ്റ് സ്റ്റെപ്പ് സ്ലോ അല്ല, ഇവിടെ സ്ലോ സ്റ്റെപ്പ് ഫസ്റ്റ് സ്റ്റെപ്പ് ആണ്. ഇനി സ്റ്റെപ്പ് 2, ദിസ് ഇന്റർമീഡിയറ്റ് O may combine with another molecule of hydrogen peroxide. അവൻ മറ്റൊരു ഹൈഡ്രജൻ പെറോക്സൈഡ് അങ്ങോട്ട് പോകാൻ അവനിനി എങ്ങനെയെങ്കിലും സ്റ്റേബിൾ ആവണല്ലോ. അപ്പൊ അവിടെ ഉണ്ട് ഒരു ഓക്സിജൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു ഹൈഡ്രജൻ പെറോക്സൈഡ് ശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഇവനെ കാണുമ്പോൾ പെട്ടെന്ന് വരുന്ന ഓക്സിജൻ പെട്ടെന്ന് വരും. സോ ദാറ്റ് റിയാക്ഷൻ വിൽ ബി ലിറ്റിൽ മോർ ഫാസ്റ്റ്. ദിസ് ഇസ് റിലേറ്റീവ്ലി ഫാസ്റ്റ്. അങ്ങനെ ആ ഹൈഡ്രജൻ പെറോക്സൈഡ് ഒരു ഓക്സിജൻ ഒഴിവാക്കി H2O എന്നായി മാറി. അവിടുന്ന് വരുന്ന ഓക്സിജൻ ഈ ഓക്സിജനുമായി കൂടി ചേർന്ന് O2 എന്നുള്ള രണ്ടാമത്തെ പ്രൊഡക്റ്റും കിട്ടി. ഓക്കെ, ദിസ് ഇസ് ദി മെക്കാനിസം. ഇതിലും സ്റ്റെപ്പ് 1 ആണ് സ്ലോ. സ്ലോവസ്റ്റ് സ്റ്റെപ്പ് ഉപയോഗിച്ച് നമുക്ക് റേറ്റിൽ എഴുതാലോ അല്ലെ? അപ്പൊ എനിക്ക് നോക്കി, ഞാൻ ഇതിന്റെ റേറ്റിൽ എഴുതാണേ. റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ് 1 ആണല്ലോ. സോ റേറ്റ് ലോ ഫ്രം സ്ലോ സ്റ്റെപ്പ്. റേറ്റ് ലോ ഫ്രം സ്ലോ സ്റ്റെപ്പ് വെച്ച് നമ്മൾ എഴുതാ. എങ്ങനെ എഴുതും നോക്ക്? R ഈക്വൽ ടു K ഇൻറ്റു ഇത്ര നമുക്ക് ആദ്യം എഴുതി വെക്കാം. സ്ലോ സ്റ്റെപ്പിൽ ഒരു ഹൈഡ്രജൻ പെറോക്സൈഡ് അല്ലേ ഉള്ളൂ. സോ K ഇൻറ്റു H2O2. R ഈക്വൽ ടു K ഇൻറ്റു H2O2 റേസ്ഡ് ടു 1. ഒരു റിയാക്ടന്റേ ഉള്ളൂ. സോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഓർഡർ 1. നമുക്ക് വേണേൽ ഇതിനെ ഇങ്ങനെ എഴുതാം. ഇതിന്റെ ഡിഫറൻഷ്യൽ റേറ്റ് ലോ എന്നറിയപ്പെടും. ഡിഫറൻഷ്യൽ റേറ്റ് ലോ. എങ്ങനെ ഡിഫറൻഷ്യൽ റേറ്റ് ലോ എഴുതാൻ നോക്കാം. അത് നിങ്ങളെ ആറിന്റെ സ്ഥാനത്ത്, ഈ ആറിന്റെ സ്ഥാനത്ത് dr/dt, RHS തന്നെ എഴുതാം. അപ്പൊ ഈ LHS മാറ്റിയാൽ മതി. ഇവിടെ അത് ബാലൻസ് ഇക്വേഷൻ നോക്കി എഴുതാം. എങ്ങനെ എഴുതുന്ന അറിയാം? ഇവിടെ 2H2O2 അല്ലേ? സോ -1/2 dH2O2. നമ്മൾ ഇങ്ങനെ ഒരു സംഭവം നേരത്തെ പഠിച്ചല്ലോ, അതും തെറ്റല്ല. റേറ്റ് ഓഫ് റിയാക്ഷൻ RHS ഇതിനെ റിപ്പീറ്റ് ചെയ്യാം. സി ഈക്വൽ ടു K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് H2O raised to 1. This is called differential rate law. അവിടെ -1/2 മൈനസ് ബിക്കോസ് റിയാക്ടൻ 2 വരെ കാരണം അറിയാലോ, ബാലൻസ് ഈക്വേഷൻ 2 ഉണ്ട്. സോ 1/2. റേറ്റ് ഓഫ് റിയാക്ഷൻ R മീൻസ് 1/2 dH2O2 by dt അല്ലേ? RHS ഇതന്നെ എഴുതാം. അപ്പൊ റേറ്റ് ലോ ആയി.
ഇതിന്റെ ഡിഫറൻഷ്യൽ ഡിവൈഡിറ്റി ഡിഫറൻഷ്യൽ റേറ്റ് എന്ന് പറയാം. എന്നാൽ അവിടെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ സപ്പോസ് ഇത്ര ചോദിച്ചോളൂ, എങ്ങനെ അറിയാമോ? റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് ഹൈഡ്രജൻ പെറോക്സൈഡ് എന്നാണെങ്കിലോ, അപ്പൊ ഈ കോയിഫിഷ്യന്റ് വേണ്ട, നമ്മൾ നേരത്തെ പഠിച്ച റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് കോയിഫിഷ്യന്റ് വേണ്ടെന്നല്ലേ, ഈ കോയിഫിഷ്യന്റ് അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. വേണ്ടെന്ന് പറഞ്ഞാൽ അപ്പുറം മൾട്ടിപ്ലൈ. അപ്പൊ നോക്ക്, മൈനസ് DH2O2 by dt is equal to 2 അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2K into concentration of H2O2 raised to 1. This is called rate of disappearance of H2O2. 2R 2 into K into H2O2 raised to 1. ഈ കേസിൽ 2 വരെ ഉള്ളതുകൊണ്ടാണ്. ഓക്കെ അല്ലേ? അപ്പൊ അത്ര അങ്ങനെ ഏതാണ് ചോദിക്കുന്നത് അതിനനുസരിച്ച് നിങ്ങൾക്ക് എഴുതാവുന്നേ ഉള്ളൂ. സോ റേറ്റ് ലോ ക്യാൻ ഓൾസോ ബി റിട്ടൺ ബൈ യൂസിങ് ദി സ്ലോവസ്റ്റ് സ്റ്റെപ്പ്. ആ സ്ലോ സ്റ്റെപ്പിന്റെ മോളിക്കുലാരിറ്റി എത്ര റിയാക്ടന്റ് ഉണ്ടോ അത് ആ റിയാക്ഷന്റെ ഓർഡർ ആയിരിക്കും എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, നോക്കി ഒരു അഡീഷണൽ പോയിന്റ് നിങ്ങൾ സെപ്പറേറ്റ് നോട്ട് ചെയ്ത് വെക്കണം. NCERT എക്സ്പ്ലെയിൻ ചെയ്യുന്നൊരു മെക്കാനിസം ഉണ്ട്. എല്ലാ മെക്കാനിക്സും NCERT ഇല്ല, എന്നാൽ NCERT ടെക്സ്റ്റ് ബുക്കിൽ കറക്റ്റ് സ്പെസിഫൈ ചെയ്യുന്ന മെക്കാനിസം ഇനി പഠിപ്പിക്കാൻ പോവാണ്. ദാറ്റ് ഈസ്, ഞാനൊരു അഡീഷണൽ പോയിന്റ് ആയിട്ട് പറയാൻ പോവാണ്. ഇൻ സം കെമിക്കൽ റിയാക്ഷൻസ് കാറ്റലിസ്റ്റ് മേ ഓൾസോ ഇൻവോൾവ് ഇൻ റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ്. എല്ലാ റിയാക്ഷൻസിലും അല്ല, ചില റിയാക്ഷൻസിൽ ചിലപ്പോൾ കാറ്റലിസ്റ്റ് റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പിൽ വരാം, സ്ലോ സ്റ്റെപ്പിൽ വരാം. അങ്ങനെ വന്നാൽ ആ കാറ്റലിസ്റ്റ് റേറ്റ് ലോയിലും വരും. ഇപ്പൊ നമ്മളതിന് ചില റിയാക്ഷൻസ് ഞാൻ കൈനറ്റിക്സിൽ പഠിപ്പിച്ചിട്ടുണ്ട്, സർഫസിൽ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ എല്ലാ കാറ്റലിസ്റ്റ് റേറ്റ് ലോയിൽ വരാറൊന്നുമില്ല, ചിലപ്പോൾ വരാറുണ്ട്. എപ്പോഴാണ് കാറ്റലിസ്റ്റ് റേറ്റ് ലോയിൽ വരിക? സ്ലോ സ്റ്റെപ്പിൽ വന്നാൽ. അപ്പൊ സ്ലോ സ്റ്റെപ്പിൽ ആര് വന്നോ അതൊക്കെ റേറ്റ് ലോയിൽ വരണം, അതാണ് മീനിങ്. അല്ല, ഞാനൊരു എക്സാമ്പിൾ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം, ശരിക്കും ശ്രദ്ധിക്കണം നിങ്ങൾ. ടെക്സ്റ്റ് ബുക്ക് ഒന്ന് ഓപ്പൺ ചെയ്യാം, ടെക്സ്റ്റിൽ നിങ്ങൾക്ക് കാണാവുന്ന എക്സാമ്പിൾ ഡീകമ്പോസിഷൻ ഓഫ് ഹൈഡ്രജൻ പെറോക്സൈഡ്. ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ ഡീകമ്പോസിഷൻ തന്നെ എക്സാമ്പിൾ പറയുന്നത് 2H2O plus O2. ഇത് നമ്മൾ ഓൾറെഡി തൊട്ട് മുമ്പ് കണ്ടു. എങ്കിൽ ഇവിടെ സപ്പോസ് വി ആർ ആഡിങ് എ കാറ്റലിസ്റ്റ് I minus, iodide catalyst. Here I minus is a catalyst. Iodide എന്നുള്ള NaIO KIO ആഡ് ചെയ്താൽ മതി. ബേസിക് മീഡിയത്തിലാണ് റിയാക്ഷൻ നടക്കാറ്. ഹൈഡ്രജൻ പെറോക്സൈഡ് സാധാരണ കാറ്റലിസ്റ്റ് റോൾ നീക്കാൻ സ്പീഡ് കൂട്ടുക എന്നുള്ളതല്ലേ. ഓക്കെ, എന്നാൽ ഈ റിയാക്ഷൻ സ്പീഡ് കൂടുന്നു മാത്രമല്ല, ദിസ് റിയാക്ഷൻ ബിക്കം സെക്കൻഡ് ഓർഡർ. നിങ്ങൾ അറിയേണ്ട പോയിന്റ് അതാണ്. എക്സാമ്പിൾ, ഞാനിതൊരു ബെസ്റ്റ് എക്സാമ്പിൾ, ഡീകമ്പോസിഷൻ ഓഫ് ഹൈഡ്രജൻ പെറോക്സൈഡ് ഇൻ പ്രസൻസ് ഓഫ് അയോഡൈഡ് കാറ്റലിസ്റ്റ്. ഓക്കെ, മാത്രമല്ല ദിസ് റിയാക്ഷൻ ഈസ് സെക്കൻഡ് ഓർഡർ. ആ റിയാക്ഷൻ ഹൈഡ്രജൻ പെറോക്സൈഡ് ഡീകമ്പോസിഷൻ തൊട്ട് മുമ്പ് ഞാൻ പഠിപ്പിച്ചു ഏത് ഓർഡർ? ഫസ്റ്റ് ഓർഡർ. എന്നാൽ ഈ റിയാക്ഷൻ സെക്കൻഡ് ഓർഡർ. ശ്രദ്ധിക്കണം, എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഹൈഡ്രജൻ പെറോക്സൈഡ് I- എന്നുള്ള കാറ്റലിസ്റ്റിന്റെ പ്രസൻസിലാണ് ഡീകമ്പോസിഷൻ നടക്കുന്നതെങ്കിൽ ദിസ് റിയാക്ഷൻ ഇസ് സെക്കൻഡ് ഓർഡർ. എങ്ങനെ? അതാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. എങ്കിൽ നമുക്ക് ഇതിന്റെ മെക്കാനിസം ചെക്ക് ചെയ്യാം. ഇതിന്റെ മെക്കാനിസത്തിലും ഈ റിയാക്ഷൻ നടക്കുന്ന 2 സ്റ്റെപ്പിലാണ്. നമുക്ക് ഏതൊക്കെ സ്റ്റെപ്പ്? സ്റ്റെപ്പ് 1, ആദ്യം ഹൈഡ്രജൻ പെറോക്സൈഡ് ഇവിടെ കാറ്റലിസ്റ്റുമായിട്ടാണ് കൂട്ടിയിരിക്കുന്നത്. കാറ്റലിസ്റ്റ് എന്ത് ചെയ്യും? ഓക്സിജൻ ഒരാൾ ഒഴിവാക്കാൻ ഹൈഡ്രജൻ പെറോക്സൈഡ് എപ്പോഴും ഇഷ്ടമുണ്ടല്ലോ, താല്പര്യമുണ്ടല്ലോ, അത് ഒഴിവാക്കാൻ വേണ്ടി സഹായിച്ചു കൊടുക്കും, പിടിച്ചു വലിക്കാൻ. അതാണ് സ്പീഡ് കൂടും, പെട്ടെന്ന് ഓക്സിജൻ പുറത്തു വരും. അങ്ങനെ ഹൈഡ്രജൻ പെറോക്സൈഡ് H2O പ്ലസ് പുറത്തു വരുന്ന ഓക്സിജൻ ഈ I- കൂടെ കൂടിയിട്ട് IO minus, it is an intermediate. I minus plus O, IO minus, this is an intermediate. അപ്പൊ ഇവിടുത്തെ ഇന്റർമീഡിയറ്റിൽ കാറ്റലിസ്റ്റും പങ്കെടുക്കും. അതാണ് കാറ്റലിസ്റ്റ് ഉള്ള റിയാക്ഷനിൽ കാറ്റലിസ്റ്റും പങ്കെടുക്കും. റിയാക്ഷനിൽ അത് പങ്കെടുക്കുന്ന എപ്പോഴാണ് മനസ്സിലാകുന്ന അറിയാം? മെക്കാനിസം ചെക്ക് ചെയ്യുമ്പോൾ. ഓവറോൾ റിയാക്ഷൻ കാണാൻ കഴിയില്ല,
മെക്കാനിസം ചെക്ക് ചെയ്യുമ്പോൾ കാണാൻ കഴിയും കാറ്റലിസ്റ്റിന്റെ റോൾ എന്താണ്. ദിസ് ഇസ് ദ സ്ലോവസ്റ്റ് സ്റ്റെപ്പ് ആൻഡ് റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ്. ഇനി സ്റ്റെപ്പ് 2 that IO minus, which is an intermediate, combined with another molecule of high temperature oxide. അവിടെ ഒരു ഓക്സിജൻ ഒഴിവാക്കാൻ നിൽക്കുന്നുണ്ടല്ലോ, ആ ഓക്സിജന് ഇവിടെ ഒരു ഓക്സിജൻ കാറ്റലിസ്റ്റ് കയ്യിലുണ്ടല്ലോ, അത് അവനെ ഒന്നിച്ച് കൂട്ടിച്ചേരും. അങ്ങനെ ഈ രണ്ടാമത്തെ ഹൈഡ്രജൻ പെറോക്സൈഡ് വാട്ടറായി കാറ്റലിസ്റ്റിന്റെ കയ്യിലുള്ള ഓക്സിജൻ ഇവിടുന്ന് വരുന്ന ഓക്സിജനുമായി കൂടിച്ചേർന്നിട്ട് O2 ആയി കാറ്റലിസ്റ്റ് അവസാനം തിരിച്ചു കിട്ടും. അതല്ലേ കാറ്റലിസ്റ്റ് പ്രത്യേകത. കാറ്റലിസ്റ്റ് റിമെയിൻസ് അൺഅഫക്റ്റഡ് അറ്റ് ദ എൻഡ് ഓഫ് റിയാക്ഷൻ. സർഫസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. കാറ്റലിസ്റ്റ് റിയാക്ഷന്റെ അവസാനം ഒരു ചേഞ്ച് ഇല്ല, തിരിച്ചു കിട്ടണം. ഇത് കിട്ടുന്നുണ്ട്, അതുകൊണ്ട് നമ്മൾ ബാലൻസ് ചെയ്യാറൊന്നുമില്ല. ഓക്കെ, ബട്ട് ദിസ് ഇസ് ഫാസ്റ്റ് ഇൻ ദ സെൻസ് റിലേറ്റീവ്ലി ഫാസ്റ്റ്. അപ്പൊ ഇവിടെ നോക്ക്, സ്ലോവസ്റ്റ് സ്റ്റെപ്പ് ഏതാ? ഫസ്റ്റ് സ്റ്റെപ്പ്. നമ്മൾ നേരത്തെ പോലെ തന്നെ എഴുതാൻ പോവാണ്. റേറ്റ് ലോ ഫ്രം സ്ലോ സ്റ്റെപ്പ്. റേറ്റ് ലോ ഫ്രം സ്ലോ സ്റ്റെപ്പ്. നമ്മളെപ്പോഴും റേറ്റ് ലോ സ്ലോ സ്റ്റെപ്പ് ഉപയോഗിച്ചാൽ എഴുതാം. അപ്പൊ നമ്മൾ എഴുതി നോക്കാണ്. R equal to K into ആരൊക്കെ സ്ലോ സ്റ്റെപ്പിൽ റിയാക്ട് നോക്ക്. ഒരു ഹൈഡ്രജൻ പെറോക്സൈഡ് അല്ലേ ഉള്ളത്. സോ റേറ്റ് ലോയിൽ ഒരു ഹൈഡ്രജൻ പെറോക്സൈഡ് എഴുതാം. ഒരു I മൈനസും സ്ലോവസ്റ്റ് സ്റ്റെപ്പിൽ വന്നു. ഹു ഇസ് I മൈനസ്? ഇറ്റ്സ് എ കാറ്റലിസ്റ്റ്. സോ അതിന്റെ അർത്ഥം എന്താ? അതും റേറ്റ് ലോയിൽ എഴുതണം. അങ്ങനെയാണ് റിയാക്ഷൻ സെക്കൻഡ് ഓർഡർ ആവുന്നത് കേട്ടോ. സോ നൗ ദിസ് സീ വാട്ട് ഈസ് ദി ഓർഡർ ഓഫ് റിയാക്ഷൻ. ഓർഡർ നമുക്ക് എങ്ങനെ പറയാം? ഓർഡർ വിത്ത് റെസ്പെക്ട് ടു ഹൈഡ്രജൻ പെറോക്സൈഡ് സ്റ്റിൽ 1 തന്നെയാണ്. ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ ടേംസിൽ ഇപ്പോഴും 1 തന്നെയാണ് ഓർഡർ. പിന്നെ എങ്ങനെ റിയാക്ഷൻ സെക്കൻഡ് ഓർഡർ ആയത്? ഓർഡർ വിത്ത് റെസ്പെക്ട് ടു I മൈനസ് കാറ്റലിസ്റ്റ് 1. അങ്ങനെയാണ് നെറ്റ് ഓർഡർ 2 ആയ. ഓർഡർ ഓഫ് റിയാക്ഷൻ എത്ര ചോദിച്ചാൽ 1 + 1 2. റിയാക്ഷന്റെ ഓർഡർ 2, പക്ഷെ ഓർഡർ വിത്ത് റെസ്പെക്ട് ടു ഹൈഡ്രജൻ പെറോക്സൈഡ് സ്റ്റിൽ 1. ഓർഡർ വിത്ത് റെസ്പെക്ട് ടു I മൈനസ് സ്റ്റിൽ 1. ഓക്കെ ആണല്ലോ. അപ്പൊ അത് സ്ലോ സ്റ്റെപ്പിൽ കാറ്റലിസ്റ്റ് വന്നതുകൊണ്ടാണ്. എല്ലാ കാറ്റലിസ്റ്റ് ഇങ്ങനെ വരണം നിർബന്ധമൊന്നുമില്ല. സ്ലോ സ്റ്റെപ്പിൽ വന്നാൽ അവനെയും ഏതിൽ കൊണ്ടുവരണം? റേറ്റ് ലോയിൽ കൊണ്ടുവരണം. അതിനെ എക്സ്പെരിമെന്റലി പ്രൂവ് ചെയ്യാനും കഴിയും. കാറ്റലിസ്റ്റിന്റെ കോൺസെൻട്രേഷൻ ഡബിൾ ചെയ്യുക, റേറ്റും ഡബിൾ ചെയ്യും. അന്ന് പറഞ്ഞ പോലെ ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ കോൺസെൻട്രേഷൻ ഡബിൾ ചെയ്യും, അപ്പോഴും റേറ്റ് ഡബിൾ ചെയ്യും. രണ്ടാളും ഡബിൾ ചെയ്യുക, റേറ്റ് 4 ഇരട്ടി കൂടും. അങ്ങനെ മനസ്സിലാക്കാതെ കേട്ടോ. ഇനി ഇവിടെ നിങ്ങൾക്ക് നേരത്തെ പോലെ തന്നെ വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഡിഫറൻഷ്യൽ റേറ്റിൽ എഴുതണമെങ്കിൽ അങ്ങനെ എഴുതാം. ഡിഫറൻഷ്യൽ റേറ്റിൽ എങ്ങനെ എഴുതാം? -1/2 dH2O2/dt സികൾ RHS ഇങ്ങനെ തന്നെ റിപ്പീറ്റ് ചെയ്യുക. K into concentration of H2O2 into I minus. This is differential rate law. ഇനി റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് ഹൈഡ്രജൻ പെറോക്സൈഡ് ആണെങ്കിൽ 2 അങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് അങ്ങനെ വേണമെങ്കിൽ എഴുതാം. ഓക്കെ, സോ അപ്പൊ ചില കേസിൽ കാറ്റലിസ്റ്റും ചിലപ്പോൾ റേറ്റ് ലോയിൽ വന്നേക്കാം. അത് എപ്പോഴാണ് വരുന്നത്? നമുക്ക് മെക്കാനിസം തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ കഴിയും സ്ലോ സ്റ്റെപ്പ് ഉപയോഗിച്ച്. ശരിക്കും മെക്കാനിസം എക്സ്പെരിമെന്റലി ഓർഡർ റേറ്റ് ലോ കണ്ടെത്തിയിട്ട് അതിൽ നിന്ന് കൊണ്ടുവരുന്ന തിരിച്ചാണ്. പക്ഷെ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ മെക്കാനിസം തന്നിട്ട് റേറ്റ് ലോ ചോദിക്കുമ്പോൾ അത് എങ്ങനെ എഴുതുന്നു, അതാണ് ഞാനിപ്പോൾ എത്രയും പഠിപ്പിച്ചത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് മെക്കാനിസം നമ്മൾ കണ്ടു. അതിന് ഒരു സിമ്പിൾ ടോപ്പിക് നോക്കി. കൈനറ്റിക്സ് ഓഫ് എലമെന്ററി റിവേഴ്സ് റിയാക്ഷൻ. എലമെന്ററി റിയാക്ഷൻ തന്നെ റിവേഴ്സിബിൾ ആണെന്ന് വിചാരിച്ചോ? റിവേഴ്സിബിൾ ആണ് എങ്കിൽ അതിന്റെ റേറ്റ് ലോ എങ്ങനെ എഴുതാം, അതാണ് ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത്. അപ്പൊ ഞാനത് മറ്റൊരു ക്ലാസ്സിൽ ഞാൻ പറയും. കൈനറ്റിക്സ് ഓഫ് കോംപ്ലക്സ് റിവേഴ്സ് റിയാക്ഷൻസ് വരുന്നുണ്ട്. അത് പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം എലമെന്ററി പഠിക്കണം, എന്നിട്ട് കോംപ്ലക്സിലോട്ട് വരണം. അതാണ് കൂടുതൽ ഇമ്പോർട്ടന്റ്. അതായത് കൈനറ്റിക്സ് ഓഫ് കോംപ്ലക്സ് റിവേഴ്സ് റിയാക്ഷൻ. കോംപ്ലക്സ് റിയാക്ഷൻസ് റിവേഴ്സിബിൾ ആണെങ്കിൽ അതിന്റെ റേറ്റിൽ എഴുതുന്ന മെത്തേഡ് ഞാൻ പഠിപ്പിക്കാൻ വരുന്നുണ്ട്. അത് അടുത്ത ക്ലാസ്സിൽ വരും നമ്മൾ. അതിനു മുമ്പ് ഞാൻ ഇപ്പൊ പറയാൻ പോകുന്നത് കൈനറ്റിക്സ് ഓഫ് എലമെന്ററി റിവേഴ്സ് റിയാക്ഷൻസ്. എലമെന്ററി ആണോ സിംഗിൾ സ്റ്റെപ്പ് റിയാക്ഷൻ ആണ്, റിവേഴ്സിബിൾ ആണെങ്കിൽ അതിന്റെ റേറ്റിൽ എഴുതുന്ന ഒരു മെത്തേഡ് ഉണ്ട്. ഒന്ന് ശ്രദ്ധിക്കണം എല്ലാവരും. കൺസിഡർ എ സിമ്പിൾ എലമെന്ററി റിയാക്ഷൻ ആൻഡ് റിവേഴ്സിബിൾ 2HI giving H2 plus I2. ഇത് എലമെന്ററി നമ്മൾ നേരത്തെ കണ്ടു. ആൻഡ് സപ്പോസ് ഇറ്റ് ഇസ് റിവേഴ്സിബിൾ എങ്കിൽ ഇതിന്റെ റേറ്റ് ലോ എങ്ങനെ എഴുതും നമുക്ക് കണ്ട്. അതിന് നിങ്ങൾ എന്ത് ചെയ്യണോ? ഇതിന്റെ ഫോർവേഡ് റിയാക്ഷൻ റേറ്റ് കോൺസ്റ്റന്റ് സപ്പോസ് അവർ തരും ചിലപ്പോൾ K1. ബാക്ക്വേർഡ് റിയാക്ഷൻ റേറ്റ് കോൺസ്റ്റന്റ് K2. ബാക്ക്വേർഡ് റിയാക്ഷൻ നടക്കുന്നുണ്ടല്ലോ K2.
അങ്ങനെ നിങ്ങൾ അറ്റ് എ പെർട്ടിക്കുലർ മൊമെന്റ് ടൈം ടി ഡിഫറൻഷ്യൽ ആംഗിൾ റേറ്റിൽ എഴുതണം. റേറ്റിൽ എഴുതുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതും നോക്കിയോണേ. ആർ ഇസ് ഈക്വൽ ടു എങ്ങനെ എഴുതുന്ന അറിയോ? ഇത് ഒറ്റ സ്റ്റെപ്പ് റിയാക്ഷൻ ആണല്ലോ. ഇത് തന്നെയാണ് ഇതിന്റെ റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ്. ഒറ്റ സ്റ്റെപ്പേ ഉള്ളൂ. അപ്പൊ നമ്മൾ അതൊരു ഫോർവേഡ് റിയാക്ഷന്റെ റേറ്റ് കോൺസ്റ്റന്റ് K1 അല്ലേ, ഇൻറ്റു K1 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് HI. ഇത് എലമെന്ററി ആയതുകൊണ്ട് എലമെന്ററി ആണല്ലോ. അപ്പൊ ഇവിടെ 2 അതേപോലെ പവറിൽ റേസ് ചെയ്യാം, പവർ 2 കഴിഞ്ഞില്ല. മൈനസ്, അതായത് ഇപ്പൊ നമ്മൾ 10 സെക്കൻഡിന് കഴിഞ്ഞ റിയാക്ഷന്റെ റിയാക്ഷൻ എത്ര ബാക്കിയുണ്ടെന്ന് ചെക്ക് ചെയ്യുമ്പോൾ പ്രൊഡക്റ്റിലോട്ട് പോയിട്ട് തിരിച്ചു വന്നവരാണ് ബാക്കി വരുമല്ലോ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? എപ്പോഴും എലമെന്ററി റിവേഴ്സ് റിയാക്ഷൻസിൽ ഫോർവേഡ് റേറ്റിലോ എന്ന് ബാക്ക്വേർഡ് സബ്ട്രാക്ട് ചെയ്യണം. ആ ബാക്ക്വേർഡിന്റെ റേറ്റിൽ സബ്ട്രാക്ട് ചെയ്യണം. മൈനസ് K2 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് H2 ഇൻറ്റു I2. So this is the way of writing rate law of an elementary reverse. Elementary reverse ആണ്. വേണം നമുക്കിനി ഇവിടെ ഇങ്ങനെയും പറയാം, ഡിഫറൻഷ്യൽ റേറ്റ് ലോ. ഡിഫറൻഷ്യൽ റേറ്റ് ലോ എങ്ങനെ ഡിഫറൻഷ്യൽ റേറ്റ് ലോ എഴുതാം? അവിടെ നിങ്ങൾ 2HI എന്നുള്ളത് കൊണ്ട് എങ്ങനെ പറയാം? -1/2 DHI/dt എന്ന് LHS മാറ്റി കൊടുക്കുക. LHS RHS ഇതന്നെ റിപ്പീറ്റ് ചെയ്യുക. K1 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് HI സ്ക്വയർ മൈനസ് K2 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് H2 ഇൻറ്റു I2. ദിസ് ഇസ് ഡിഫറൻഷ്യൽ റേറ്റ് ലോ. ഇനി അതിൽ തന്നെ റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് HI എന്ന് മാത്രം ചോദിച്ചാലോ ഈ 2 അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, അനദർ പോയിന്റ്. റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് HI അറ്റ് എ ടൈം t dt എങ്ങനെ എഴുതും? മൈനസ് d കോൺസെൻട്രേഷൻ ഓഫ് HI/dt 2 അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തു. സോ 2K1 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് HI സ്ക്വയർ മൈനസ് 2K2 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് H2 ഇൻറ്റു I2. ദിസ് ഇസ് റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ്. ഓക്കെ, സിമ്പിൾ ആണ്. അപ്പൊ എലമെന്ററി റിയാക്ഷൻ റേറ്റിൽ എഴുതുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഫോർവേഡ് റിയാക്ഷന്റെ റേറ്റിൽ എഴുതിയിട്ട് ബാക്ക്വേർഡ് സബ്ട്രാക്ട് ചെയ്യാം. ഒറ്റ സ്റ്റെപ്പ് നടക്കുന്ന റിയാക്ഷൻ ആണെങ്കിലാണ് ഇത് മെത്തേഡ് കേട്ടോ. ഇതിന്റെ തന്നെ കോംപ്ലക്സ് റിവേഴ്സ് റിയാക്ഷൻസ് ഞാൻ തൊട്ടടുത്ത് പഠിപ്പിക്കും അടുത്ത സെക്ഷനിൽ. ഇവിടെ ഞാൻ എലമെന്ററി റിവേഴ്സ് റിയാക്ഷൻ മാത്രമേ പറഞ്ഞു. ഇഷ്ടംപോലെ എക്സാമ്പിൾസ് വേണം എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. വേറൊരു എക്സാമ്പിൾ വേണം നോക്കിക്കോ. അനദർ എക്സാമ്പിൾ. N2O4 giving 2NO2. It is an elementary reaction reversible. Or forward in the rate constant, let it be K1, backward K2, K1 no K inverse എന്ന് പറയുന്നത് കൊടുക്കാറുണ്ട്. എങ്കിൽ എങ്ങനെ എഴുതും? ഞാൻ ഒറ്റ സ്റ്റെപ്പിൽ എഴുതാണ്. റേറ്റ് ലോ ഡിഫറൻഷ്യൽ റേറ്റിൽ എഴുതാണ്. ഒറ്റ സ്റ്റെപ്പിൽ ഡിഫറൻഷ്യൽ റേറ്റിൽ എഴുതാണ്. മൈനസ് D concentration of N2O4 by dt is equal to RHS K1 into concentration of N2O4 minus K2 into concentration of NO2 raised to 2. Raised to 2 മനസ്സിലായി? 2NO2 എലമെന്ററി അല്ല, അപ്പൊ അവിടെയുള്ള കോയിഫിഷ്യന്റ് അതേപോലെ റൈസ് ചെയ്യാം. അപ്പൊ ഫോർവേഡിന്റെ ബാക്ക്വേർഡ് ഒരു ഓർഡർ ആവണമെന്നൊന്നുമില്ല. ഇവിടെ ഫോർവേഡിന്റെ ഓർഡർ 1 അല്ലേ, ബാക്ക്വേർഡ് ഓർഡർ 2 അല്ലേ. അതെന്തോ ആയിക്കോട്ടെ. ദിസ് ഇസ് ദ വേ ഓഫ് റൈറ്റിംഗ് ഡിഫറൻഷ്യൽ റേറ്റ് ലോ ഫോർ ആൻ എലമെന്ററി റിവേഴ്സ് റിയാക്ഷൻ. ഓക്കെ, സോ കൈനറ്റിക്സ് ഓഫ് എലമെന്ററി റിവേഴ്സ് റിയാക്ഷൻ ഉദ്ദേശിക്കുന്നതാണ്. ഒരു എലമെന്ററി റിവേഴ്സ് റിയാക്ഷൻ തന്നാൽ അതിന്റെ റേറ്റിൽ എങ്ങനെ എഴുതാം, എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം. അപ്പൊ ഇവിടെ പലപ്പോഴും എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ ചോദിക്കാറ് ഇതുപോലെ ഈ റേറ്റിൽ എഴുതുന്ന രീതി. അതിൽ ചിലപ്പോൾ അവർ ഡിഫറൻഷ്യൽ റേറ്റിൽ ചോദിക്കും, ചിലപ്പോൾ റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ചോദിക്കും. ഇവിടെ റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ആൻഡ് റേറ്റ് ഓഫ് റിയാക്ഷൻ ആർ സെയിം അല്ല. ഒരു മോൾ ആകുമ്പോൾ റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് റേറ്റ് ഓഫ് റിയാക്ഷൻ സെയിം ആണ് ഈ കേസിൽ. ഇത് തന്നെ റേറ്റ് ഓഫ് ഡിസപ്പിയറൻസും. ഓക്കെ, ഇവിടെ 2HI എന്നുള്ളത് ഒരു ചെറിയ വ്യത്യാസമുണ്ട്.
അപ്പൊ നമ്മൾ ആ റിയാക്ഷൻ ബാലൻസ്ഡ് ഇക്വേഷൻ സ്റ്റോയിഷ്യോമെട്രി നോക്കിയിട്ടും അത് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ ആണല്ലോ. സോ അത്രയാണ് എലിമെന്ററി റിവേഴ്സ് റിയാക്ഷൻസിന്റെ റേറ്റിൽ എഴുതുന്ന രീതി. ഇനി നമുക്ക് അതിൽ നിന്ന് കോംപ്ലക്സ് റിവേഴ്സ് റിയാക്ഷൻ റേറ്റിൽ എഴുതുന്ന ഒരു രീതിയുണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം.